ദൈവത്തിന് മഹത്വം. നമുക്ക് ദൈവത്തിന് നന്ദി പറയാം. ഈ നല്ല ദിവസത്തിന്, നല്ല സമയത്തിനായിട്ട് നന്ദി പറയാം. ശ്രുതിയിൽ സ്ഥിരമായിരിക്കുന്ന മാറ്റമില്ലാത്ത വചനത്തെ ധ്യാനിച്ചുകൊണ്ട് ഓരോ ദിവസവും നമ്മുടെ ജീവിതത്തിൻ്റെ സാഹചര്യങ്ങളുടെ നടുവിലൊക്കെ യഥാസ്ഥാനപ്പെടുവാനും മനസ്സ് പുതുക്കുവാനും പാപവഴികൾ വിട്ടുതിരിയാനൊക്കെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഓരോ വ്യക്തികളെ സഹായിക്കുന്നു. പ്രത്യേകാൽ ആഗ്രഹിക്കുന്ന ആത്മാക്കളെ ദൈവം തൃപ്തിപ്പെടുത്തുന്നു. ദൈവഹൃദയത്തിലെ ആഗ്രഹം എന്താണെന്ന് ദൈവവചനം വ്യക്തമായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആരും നശിച്ചു പോകരുത്, എല്ലാവരും മാനസാന്തരപ്പെടുവാൻ ഇച്ഛിച്ച് അവൻ ദീർഘക്ഷമ കാണിക്കുകയാണെന്ന് ദൈവവചനത്തിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ അതുകൊണ്ട് അവൻ്റെ ദീർഘക്ഷമ നമ്മൾ രക്ഷയെന്ന് വിചാരിക്കണം. ദൈവത്തിൻ്റെ കൃപയാണ് നമ്മളെ ദൈവഹിതത്തിൻ്റെ പൂർണ്ണതയിലേക്ക് നമ്മൾ വഴി നടത്തുന്നത്. പ്രത്യേകാൽ ലോക സംഭവങ്ങളും പ്രാദേശിക സംഭവങ്ങളൊക്കെ കർത്താവിൻ്റെ വരവ് ഏറ്റവും അടുത്തുനിന്ന് വിളിച്ചോതുന്നുണ്ട്. നമുക്കത് എത്രത്തോളം മനസ്സിലാകുന്നുണ്ടെന്ന് അറിഞ്ഞുകൂടാ. അതുകൊണ്ടാണ് ദൈവവചനത്തിൽ പറയുന്നത് വിശുദ്ധൻ ഇനിയും തന്നെ വിശുദ്ധീകരിക്കട്ടെ. കർത്താവിൻ്റെ വരവ് അടുത്തുനിന്ന് തിരിച്ചറിയുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അവർ കൂടുതൽ ദൈവവചനത്തിലേക്കാണ് ഉറ്റുനോക്കുക. വിശുദ്ധൻ തന്നെ വിശുദ്ധീകരിക്കുക എന്ന് പറഞ്ഞാൽ അവൻ തന്നെ വിശുദ്ധീകരിക്കാൻ പറ്റത്തില്ല. ദൈവവചനമാണ് ഒരു വ്യക്തിയെ വിശുദ്ധീകരിക്കുന്നത്. അപ്പോൾ വിശുദ്ധൻ തന്നെ വിശുദ്ധീകരിക്കട്ടെ എന്ന് പറയുന്ന ഒരു വചനം വെളിപ്പെടുത്തുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ വ്യക്തി വചനത്തിലേക്ക് കൂടുതൽ എന്ത് ചെയ്യുന്നു, കൂടുതൽ വചനത്തോടു കൂടെ വചനത്തിനോട് കൂടെ കൂടുതൽ സമയം ചെലവഴിക്കാനായിട്ട്. അതാണ് വിശുദ്ധൻ തന്നെ വിശുദ്ധീകരിക്കട്ടെ എന്ന് പറയുന്നത്. കാരണം വചനമാണ് നമ്മളെ ശുദ്ധീകരിക്കുന്നത്. വചനം ഒരു കണ്ണാടി പോലെ നമ്മളുള്ള കുറവുകളെ കാണിച്ചു തരും. നമ്മളിൽ മറിഞ്ഞു കിടക്കുന്നതും നമ്മളെ ഇപ്പോഴും നിയന്ത്രിക്കുന്നതായിട്ടുള്ള ദൈവ തേജസ്സിന് തടസ്സം നിൽക്കുന്ന മുറുകെ പറ്റുന്ന പാപങ്ങളോ ഭാരങ്ങളോ അല്ലെങ്കിൽ എന്തെങ്കിലും മറിഞ്ഞിരിക്കുന്നുണ്ടെങ്കിൽ അത് നമുക്ക് വെളിപ്പെടുത്തി തരുന്നത് ഈ ദൈവത്തിൻ്റെ വചനമാണ്. അപ്പോൾ ഒരു വിശുദ്ധൻ എന്ന് പറഞ്ഞാൽ യേശുക്രിസ്തുവിന്റെ വിശ്വാസത്താലാണ് ദൈവം എല്ലാവരെയും എന്ത് ചെയ്യുന്നത്, വിശുദ്ധീകരിച്ചത്, അഥവാ നീതീകരിച്ചത് അല്ലേ. വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ട വ്യക്തി ഓരോ ദിവസവും നീതിയിൽ വളരുന്നു. ദൈവവചനത്തിൽ ഉറ്റുനോക്കിക്കൊണ്ടാണ് വളരുന്ന ആ വ്യക്തികൾ ദൈവഹിതത്തിൻ്റെ പൂർണ്ണതയിലേക്ക് ഓരോ ദിവസം വളർന്നു വരുന്നു. എന്നാൽ ഈ പ്രത്യേക ഈ കാലഘട്ടം, നമ്മളിപ്പോൾ ആയിരിക്കുന്ന ഈ കാലഘട്ടം എന്ന് പറയുന്നത് കർത്താവിൻ്റെ വരവ് ഏറ്റവും അടുത്തിരിക്കുന്ന ഒരു സമയത്തിലേക്ക് നമ്മൾ പ്രവേശിച്ചിരിക്കുക. വചനം പറയുന്നുണ്ട്, ഇനി എത്രയോ അല്പകാലം കഴിഞ്ഞ് വരുവാനുള്ളവൻ വരും, താമസിക്കുകയില്ല. അപ്പോൾ കർത്താവ് പെട്ടെന്ന് വരും. ഏത് സമയത്ത് വരും? നനച്ചിരിക്കാത്ത സമയത്ത് കർത്താവ് വരും. നമ്മൾ ചിന്തിക്കുന്ന സമയത്തല്ല കർത്താവ് വരുന്നത്. പക്ഷെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏത് സമയത്ത് കർത്താവ് വന്നാലും നമ്മൾ കർത്താവിനോട് കൂടെ ചേർക്കപ്പെടുന്ന ഒരളവിൽ നമ്മൾ ഒരുങ്ങുക എന്നുള്ളതാണ്. അതുകൊണ്ടാണ് പുസ്തകം തീരുമ്പോൾ, വെളിപ്പാട് പുസ്തകം തീരുമ്പോൾ പറയുന്നത് വിശുദ്ധൻ ഇനിയും തന്നെ വിശുദ്ധീകരിക്കട്ടെ. ഈ ഒരു ആഗ്രഹത്തിലായിരിക്കണം നമ്മൾ ഓരോ ദിവസവും നിൽക്കേണ്ടത്. കർത്താവെ കൂടുതൽ ഇതിനോട് ചേർന്ന് നടക്കാനായിട്ട്, കൂടുതൽ വിശുദ്ധി പ്രാപിപ്പാൻ, കൂടുതൽ വെളിച്ചത്തിൽ ആകുവാൻ, വചനത്തിൻ്റെ അനുസരണത്തിൽ മുന്നോട്ട് പോകുവാൻ വലിയൊരു ആഗ്രഹം നമുക്കുണ്ടാകണം. ആഗ്രഹമുള്ള വ്യക്തികളെയാണ് ദൈവം തൃപ്തിപ്പെടുത്തുന്നത്. അടുത്ത് പറയുന്നത് നീതിമാൻ ഇനിയും തന്നെ നീതീകരിക്കട്ടെ. അതും ഈ വചനത്തിലേക്ക് നോക്കിയിട്ടാണ് ദൈവനീതിയുടെ ആഴങ്ങളിലേക്ക് അല്ലെങ്കിൽ ആ ഒരു ബോധ്യത്തിലേക്കൊക്കെ പോകാനാണ്. കാരണം പലപ്പോഴും ഈ യാത്ര, ഈ ഓട്ടം ഓടുന്ന സമയത്ത് പിശാച് പലപ്പോഴും ചെയ്യുന്നത് നിരാശയും ദുഃഖവും ഭയവും ഉത്കണ്ഠയും ഒക്കെ കൊണ്ടുവരും. അതാണ് ഈ പറഞ്ഞതിൻ്റെ അർത്ഥം. അവസാനത്തോളം ഓട്ടം സ്ഥിരതയോടെ ഓടുന്നൊരു വ്യക്തികൾക്ക് മാത്രമേ ബിരുദ പ്രാപിക്കാനായിട്ട് കഴിയത്തുള്ളൂ. അപ്പോൾ നീതിമാൻ ഇനിയും നീതി ചെയ്യട്ടെ എന്ന് പറയുന്നത് ദൈവനീതിയുടെ ആ ഉത്തമ ബോധ്യത്തിൽ തന്നെ ഉറച്ചു നിൽക്കാനായിട്ട്. പിശാച് പലവിധമായ തന്ത്രങ്ങൾ കൊണ്ടുവരുമ്പോൾ അതിലൊന്നും പെടാതെ മനസ്സിനെ പുതുക്കി വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്ന യേശുവിനെ ശ്രദ്ധിച്ചു നോക്കി ഓട്ടം സ്ഥിരതയോടെ ഓടണമെന്ന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് എന്ത് ചെയ്യും, നമ്മളെ ഓർമ്മപ്പെടുത്തും. അതാണ് നീതിമാൻ ഇനിയും നീതി ചെയ്യട്ടെ എന്ന് പറഞ്ഞാൽ. എന്നാൽ ഒരു കൂട്ടർ അഴുക്കുള്ളവരാണ്. അഴുക്കുള്ളവരെന്ന് പറഞ്ഞാൽ അഴുക്കുള്ള ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അവർക്കൊരിക്കലും ദൈവസന്നിധിയിൽ നിൽക്കാനായിട്ട് പറ്റത്തില്ല. ഞാൻ വിശുദ്ധനാകിയാൽ നിങ്ങളും നിങ്ങളെ തന്നെ വിശുദ്ധീകരിച്ച് വിശുദ്ധരായിരിക്കണം. വിശുദ്ധി കൂടാതെ ആർക്കും കർത്താവിനെ കാണാൻ പറ്റത്തില്ല. അപ്പോൾ ആ തേജസ്സുള്ള കർത്താവിനെ, വിശുദ്ധനായ കർത്താവിനെ കാണണമെങ്കിൽ നമ്മൾ വിശുദ്ധരായിരിക്കണം. അപ്പോൾ അതിന് താല്പര്യമില്ലാതെ പിന്നെയും അഴുക്കിലേക്ക് പോകുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അവർ പറയും, അഴുക്കുള്ളവൻ അഴുക്കാടട്ടെ, ഇതാ ഞാൻ വേഗത്തിൽ വരുന്ന ഓരോരുത്തരും അവനവൻ്റെ പ്രവൃത്തികൾക്ക് തക്കവണ്ണം പ്രതിഫലം കൊടുക്കുവാൻ എൻ്റെ പക്കലുണ്ട്. അപ്പോൾ നമ്മൾ ഈ വചനമൊക്കെ കേൾക്കുമ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും ഈ അഴുക്കുള്ളവൻ അഴുക്കാടട്ടെ എന്ന് പറയുന്ന ഒരു അനുഭവത്തിലല്ല നമ്മളായിത്തീരേണ്ടത്. നമ്മൾ മനസ്സ് പുതുക്കണം. കർത്താവിൻ്റെ വരവിന് വേണ്ടി ചെയ്യണം. അധികമായിട്ട് ഒരുങ്ങണം. ഇന്ന് നമുക്ക് ചിന്തിക്കായിട്ട് അതിനോടുള്ള ബന്ധത്തിൽ വെളിപ്പാട് പുസ്തകം അതിൻ്റെ 14-ാം അധ്യായം അതിൻ്റെ 4-ാം വാക്യം, 14:4 അവിടെ പറയുന്നത്, വെളിപ്പാട് പുസ്തകം 14-ാം അധ്യായത്തിൻ്റെ 4-ാം വാക്യം, അവർ കന്യകമാരാകിയാൽ സ്ത്രീകളോട് കൂടെ മാലിന്യപ്പെടാത്തവർ കുഞ്ഞാട് പോകുന്നിടത്തൊക്കെയും
അവർ അവനെ അനുഗമിക്കുന്നു. അവരെ ദൈവത്തിനും കുഞ്ഞാടിനും ആദ്യ ഫലമായി മനുഷ്യരുടെ ഇടയിൽ നിന്നും വീണ്ടെടുത്തിരിക്കുന്നു. ഇവിടെ ഒരു കാര്യം പറയാണ്, അവർ കന്യകമാരാകിയാൽ. കർത്താവിൻ്റെ കൂടെ ചേർക്കപ്പെടുവാനുള്ള ആ കൂട്ടത്തെ ദൈവവചനത്തിൽ പറയുന്നത് കന്യക എന്നുള്ളതാണ്. ഒരു മണവാട്ടി, കന്യക എന്നുള്ള ഒരു പദമാണ്, ഒരു ആലങ്കാരിക പദമാണത്. നമുക്ക് കൊരിന്ത്യ ലേഖനത്തെ അത് കാണാനായിട്ട് സാധിക്കും. 1 കൊരിന്ത്യയിലെ 11 അധ്യായത്തിൽ അപ്പോസ്തലൻ പൗലോസ് പറഞ്ഞു, ഞാൻ നിങ്ങളെ ക്രിസ്തു എന്ന ഏക പുരുഷനെ നിർമ്മല കന്യകയായി വിവാഹ നിശ്ചയം ചെയ്തിരിക്കുന്നു പറയുന്നില്ലേ. സർപ്പം ഹവ്വായി ഉപായത്താൽ ചതിച്ചതുപോലെ നിങ്ങളുടെ മനസ്സ് ക്രിസ്തുവിനോടുള്ള നിർമ്മലതയും ഏകാഗ്രതയും വിട്ട് വഷളായി പോകുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നു എന്ന് അപ്പോസ്തലൻ പൗലോസ് അവിടെ പറയുന്നില്ലേ. അപ്പോൾ ഇതൊരു ആലങ്കാരിക പദമാണ് നമുക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ട്. അപ്പം അത് നമ്മൾ യേശു കർത്താവ് പറയുന്നുണ്ടോ, ഞാനൊരു വാതിലാണ്, അല്ലേ, ഞാൻ മുന്തിരിവള്ളിയാണ് എന്നൊക്കെ പറയുന്നില്ലേ. അപ്പോൾ അത് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറയുന്ന ഒരു കാര്യമാണ്. അപ്പോൾ അതുപോലെ തന്നെയാണ് ഇവിടെ പറയുന്നത്, അവർ കന്യകമാരാകിയാൽ. അപ്പോൾ ദൈവ സഭയെ സംബന്ധിച്ചിടത്തോളം ദൈവം ആഗ്രഹിക്കുന്നൊരു ക്വാളിറ്റി ഉണ്ട്. ആ ക്വാളിറ്റിയാണ് ദൈവവചനത്തിൽ കൂടി നമുക്ക് വെളിപ്പെട്ട് കിട്ടുന്നത്. അത് മനസ്സിലാകുന്ന ഒരു വ്യക്തി വിശുദ്ധിയിലേക്ക് വളർന്നു വരണം. അതുകൊണ്ടാണ് ഇവിടെ പറയുന്നത്, അവർ കന്യകമാരാകിയാൽ. സ്ത്രീകളോട് കൂടെ മാലിന്യപ്പെടാത്ത, സ്ത്രീകളോട് കൂടെ മാലിന്യപ്പെടാന്ന് പറഞ്ഞാൽ അതിനർത്ഥം ലോകത്തെയാണ് അവിടെ വെളിപ്പെടുത്തുന്നത്. ലോകവുമായിട്ട് ലോകത്തിൻ്റെ മോഹങ്ങളിൽപ്പെട്ട് വശീകരിക്കപ്പെട്ട് നാശത്തിലേക്ക് പോകാത്ത ഒരു അനുഭവത്തിൽ ജീവിക്കുക എന്നുള്ളതാണ് സ്ത്രീകളോട് കൂടെ മാലിന്യപ്പെടാത്തവരെന്ന് പറയുന്നത്. എന്നിട്ട് പറയാണ്, കുഞ്ഞാട് പോകുന്നത് ത്വക്കെയും അവർ അവനെ അനുഗമിക്കുന്നു എന്ന് പറഞ്ഞാൽ കർത്താവിനോട് ചേർന്ന് നടക്കുന്ന ഒരു ജീവിതം. രണ്ടുപേരും ഒത്തിട്ടല്ലാതെ നടക്കാൻ പറ്റുമോ എന്ന് ചോദിക്കുന്നില്ല. അപ്പോൾ കർത്താവിനോട് ചേർന്ന് നടക്കുന്ന ഒരു ജീവിതത്തിലേക്കാണ് പരിശുദ്ധാത്മാവ് എന്ത് ചെയ്യുന്നത്, തൻ്റെ മണവാട്ടിയെ ഓരോ ദിവസവും നടത്തുന്നത് എന്നുള്ള കാര്യം നമ്മൾ അറിയണം. എന്നിട്ട് പറയാം, അവരെ ദൈവത്തിനും കുഞ്ഞാടിനും ആദ്യ ഫലമായി മനുഷ്യരുടെ ഇടയിൽ നിന്നും വീണ്ടെടുത്തിരിക്കുന്നു. എന്നിട്ട് അവരുടെ ക്വാളിറ്റി പറയണം 1-2 കാര്യങ്ങൾ. 5-ാം വാക്യം, വെളിപ്പാട് പുസ്തകം 14:5 അവർ പറയാണ്, ബോഷ്ക്ക് അവരുടെ വായിൽ ഉണ്ടായിരുന്നില്ല, അവർ കളങ്കമില്ലാത്തവർ തന്നെ. കണ്ടോ, അപ്പോൾ ഇവിടെ പറയാണ് ബോഷ്ക്ക്, അപ്പോൾ വ്യാജമില്ലാത്ത, കള്ളത്തരമില്ലാത്ത, നുണയില്ലാത്ത ഒരു 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 വ്യക്തിത്വത്തിൻ്റെ ഉടമയാണ് ഈ കന്യക എന്ന് പറയുന്നത്. ബോഷ്ക്ക് അവരുടെ വായിലുണ്ടായിരുന്നില്ല. അപ്പോൾ വായിലുണ്ടാവുമെന്ന് പറഞ്ഞാൽ ഹൃദയം നിറഞ്ഞ് കവിയുന്നതാണ് വായ് പ്രസ്താവിക്കുന്നത്. അപ്പോൾ ഹൃദയത്തിൽ മലിനത ഇല്ല എന്നേ പറഞ്ഞാൽ അർത്ഥം. ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ളൊരു ഹൃദയത്തിൻ്റെ ഉടമയായിട്ടാണ് ഓരോ കന്യകമാരും അല്ലെങ്കിൽ കർത്താവ് വിളിച്ച് വേർതിരിച്ചിരിക്കുന്ന സഭ ഈ ഒരു അനുഭവത്തിൽ ആയിത്തീരേണ്ടത്. ദൃഷ്ടിസേവകളാൽ മനുഷ്യരെ പ്രസാദിപ്പിക്കുന്നവരല്ല, എന്നെ കാണുന്ന, എൻ്റെ ഹൃദയത്തെ അറിയുന്ന, എൻ്റെ നിലവുകളെ അറിയുന്ന, എൻ്റെ ചിന്തകളെ അറിയുന്ന ഒരു കർത്താവുണ്ട്. അവൻ്റെ കണ്ണിന് മുമ്പിൽ സകലവും നഗ്നവുമാണ്. ഈ വെളിപ്പാട് പുസ്തകം തുടങ്ങുമ്പോൾ തന്നെ അത് ദൈവത്തിൻ്റെ ഒരു മഹത്വത്തെ വെളിപ്പെടുത്തുന്ന ഒരു വാക്കുകൾ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നു. വെളിപ്പാട് പുസ്തകം 1-ാം അധ്യായത്തിലേക്ക് പോകുമ്പോൾ പത്മോസ് ദ്വീപിലായിരുന്ന യോഹന്നാനെ കുറിച്ച് പറയുമ്പോൾ, യോഹന്നാൻ യേശുവിൻ്റെ മാറോട് ചാരിയിരുന്ന വ്യക്തി എന്ന ഇതിലാണ് യോഹന്നാൻ തന്നെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. എന്നാൽ ഇവിടെ പത്മോസ് ദ്വീപിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ അവിടെ യോഹന്നാൻ കണ്ട യേശുവിനെ ഒന്ന് വെളിപ്പെടുത്തുന്നുണ്ട്. അവിടെ കാണുന്നത് അതിൻ്റെ വെളിപ്പാട് പുസ്തകം 1-ാം അധ്യായത്തിൻ്റെ 11-ാമത്തെ വാക്യം തൊട്ട്, നീ കർത്തൃ ദിവസത്തിൽ ഞാൻ ആത്മവിശ്വനായി, നീ കാണുന്നത് ഒരു പുസ്തകത്തിൽ എഴുതി എഫേസോസ്, സ്മുർന, പെർഗമോസ്, തുയത്തൈര, സർദീസ്, ഫിലദൽഫിയ, ലവോദിക്ക എന്ന 7 സഭകൾക്കും അയക്കുക എന്നിങ്ങനെ കാഹളത്തിനൊത്ത ഒരു മഹാനാദം എന്റെ പുറകിൽ കേട്ടു. അപ്പൊ ഇവിടെ പറയുന്നത് 7 സഭകൾ. 7 സഭകൾ എന്ന് പറഞ്ഞാൽ ഇന്ന് ലോകത്തുള്ള എല്ലാ സഭകളെയും പ്രതിനിധാനം ചെയ്യുന്നതാണ് 7 സഭകൾ എന്ന് പറയുന്നത്. ഇതിൽ ഏതെങ്കിലും ഒരു കൂട്ടത്തിൽ നമ്മളും പെടും. അപ്പോൾ 7 സഭകളുടെ ക്വാളിറ്റീസ് എന്തൊക്കെയാണ്, എവിടേക്കാണ് കുറവുള്ളത്, കുറവുകളില്ലാത്ത സഭ ഏതാണ്, കുറവുള്ളവരോട് എന്താ ഇങ്ങനെ പറയുന്നത്, ഒരു ഗുണമില്ലാത്ത കൂട്ടങ്ങളുണ്ട്, അതും സഭ തന്നെയാണ് എന്നാണ് ലോകത്തിൽ പറയുന്നത്. എന്നാൽ അവരെക്കുറിച്ചൊന്നും കർത്താവിന് പറയാനായിട്ടില്ല. അങ്ങനെയുള്ള 7 സഭകളെ കുറിച്ച്. അപ്പോൾ ഈ 7 സഭകൾ ഇന്ന് ലോകത്ത് ഇന്നുള്ള 7 സഭകളെയാണ് അത് പ്രതിനിധാനം ചെയ്യുന്നത്. എന്നിട്ട്
എന്നോട് സംസാരിച്ച നാദം എന്ത് എന്ന് കാണുവാൻ ഞാൻ തിരിഞ്ഞു. തിരിഞ്ഞപ്പോൾ 7 പൊൻനിലവിളക്കുകളെയും നിലവിളക്കുകളുടെ നടുവിൽ നീലയങ്കി ധരിച്ച് മാറത്ത് പൊൻകച്ച കെട്ടിയവനായി മനുഷ്യപുത്രനോട് സദൃശനായവനെയും കണ്ടു. അപ്പൊ ഇവിടെ പറയാണ്, ഞാനൊരു ശബ്ദം കേട്ടു, മഹാകാഹളത്തിനൊരു മഹാശബ്ദം ഞാൻ കേട്ടു. സംസാരിച്ച നാദം എന്ത് എന്ന് അറിയുവാൻ ഞാൻ തിരിഞ്ഞപ്പോൾ 7 പൊൻ നിലവിളക്കുകളെയും, ഈ നിലവിളക്കുകളും സഭയാണ് എന്ത് ചെയ്യുന്നത്, പ്രതിദാനം ചെയ്യുന്നത്. അത് അവിടെ തന്നെ പറഞ്ഞിട്ടുണ്ട്. അതിന്റെ 20-ാമത്തെ വാക്യത്തിൽ പറയാണ്, 7 നിലവിളക്ക് 7 സഭകളാകുന്നു. കണ്ടോ, അതിന്റെ അവസാനത്തെ വാക്യം നോക്കിയാൽ 20-ാമത്തെ വാക്യത്തിന്റെ അവസാനത്തിൽ 1:20 പറയുന്നുണ്ടോ, 7 അവസാന വാക്യം ഉണ്ടോ, 7 നിലവിളക്ക് 7 സഭകളുടെ ദൂതന്മാരാകുന്നു, 7 നിലവിളക്ക് 7 സഭകളാകുന്നു എന്ന് കൽപ്പിച്ചു. അപ്പൊ 7 നക്ഷത്രമുണ്ട്, അത് 7 സഭകളുടെ ദൂതന്മാരാണ്. 7 നിലവിളക്ക് എന്ന് പറയുന്ന 7 സഭകളാണ്. അപ്പോൾ നിലവിളക്കിന്റെ കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, സഭ എപ്പോഴും എന്ത് ചെയ്യണം, ഈ ലോകത്ത് വെളിച്ചം പ്രകാശിക്കുന്ന ഒന്നായിട്ടാണ്. നമ്മൾ അങ്ങനെയാണ്, വക്രതയും കോട്ടമുള്ള ഒരു തലമുറയുടെ നടുവിൽ നിങ്ങൾ അനിന്യരും പരമാർത്ഥികളും ദൈവത്തിന്റെ നിഷ്കളങ്ക മക്കളായി ഈ ലോകത്തിൽ ജീവന്റെ വചനം പ്രമാണിച്ച് ജ്യോതിസുകളെ പോലെ പ്രകാശിക്കണം. അതാണ് സഭ എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ വെളിച്ചമായി തീരാൻ വേണ്ടിയിട്ടാണ് വെളിച്ചമാകുന്ന കർത്താവ് തൻ്റെ ആത്മാവിനെ നമ്മളെ പ്രകാശിപ്പിച്ച് ഇന്ന് ഈ ലോകത്ത് ആക്കിയിരിക്കുന്നത്. എന്നിട്ട് പറയാണ്, മഹാശബ്ദം ഞാൻ കേട്ടു, ഞാൻ തിരിഞ്ഞപ്പോൾ അവിടെ പറയാണ്, നിലവിളക്കുകളുടെ നടുവിൽ നിലയങ്കി ധരിച്ച്, കേട്ടോ, നിലവിളക്കുകളുടെ നടുവിൽ നിലയങ്കി ധരിച്ച് മാറത്ത് പൊൻകച്ച കെട്ടിയവരായി മനുഷ്യപുത്രനോട് സദൃശ്യനായവനെയും കണ്ടു. കണ്ടാൽ മനുഷ്യപുത്രന്റെ ഛായയുണ്ട്, പക്ഷേ ആളുടെ കണ്ടു കഴിഞ്ഞാൽ അങ്ങനെ തോന്നുമെങ്കിലും താഴേക്ക് പറയുമ്പോൾ ആ കണ്ട മനുഷ്യപുത്രൻ എങ്ങനെയാണ് ഇരിക്കുന്നതെന്ന് പറയാണ്. ഞാനിത് പറയാൻ കാരണം എന്ന് പറഞ്ഞാൽ, ബോഷ്ക്ക് അവരുടെ വായിലില്ലായിരുന്നു. മണവാട്ടി സഭയ്ക്കുണ്ടാകുന്ന ഒരു ക്വാളിറ്റിയെക്കുറിച്ച് വെളിപ്പാട് പുസ്തകത്തിൽ 14-ാം അധ്യായത്തിൽ പറഞ്ഞു. ബോഷ്ക്ക് അവരുടെ വായിലുണ്ടായിരുന്നില്ല, അവർ കളങ്കമില്ലാത്തവർ. അപ്പോൾ ഈ കളങ്കമില്ലാത്തവർ എന്ന് പറഞ്ഞത് പുറമെ നമ്മളെ തന്നെ പറയുന്നൊരു അളവുകോലല്ല, ദൈവം നമ്മളെ എങ്ങനെ കാണുന്നു എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിലാണ്. അപ്പോൾ ഈ കർത്താവിൻ്റെ പ്രത്യേകതകളാണ്, കണ്ട ആ തേജസ്സുള്ള കർത്താവിൻ്റെ പ്രത്യേകതകളാണ് താഴേക്ക് വായിക്കുമ്പോൾ പറയുന്നത്. 14-ാം വാക്യം, അവന്റെ തലയും തലമുടിയും വെളുത്ത പഞ്ഞി പോലെ ഹിമത്തോളം വെള്ളയും കണ്ണ് അഗ്നിജ്വാലയ്ക്ക് ഒത്തതും. ആണോ, അവിടെ പറയാനാണോ, അവന്റെ തലയും തലമുടിയും വെളുത്ത പഞ്ഞി പോലെ ഹിമത്തോളം വെള്ള എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഗതിഭേദത്താൽ ആച്ഛാദനം സംഭവിക്കാത്ത ദൈവം എന്നുള്ളതാണ് ഈ വെളുത്ത മുടി എന്ന് പറയുന്നത്. മനസ്സിലായോ? ഒരു മാറ്റമില്ലാതെ നിലനിൽക്കുന്ന ദൈവം എന്ന് പറയാണ്. അവന്റെ തലയും തലമുടിയും വെളുത്ത പഞ്ഞു പോലെ ഹിമത്തോളം വെള്ളയും കണ്ണ് അഗ്നിജ്വാലയ്ക്കത്തുള്ളത്. കണ്ടോ, ദൈവത്തിന്റെ വചനത്തിന്റെ പ്രത്യേകത പറയുമ്പോൾ പറയുന്നുണ്ട്, ദൈവത്തിന്റെ വചനം ജീവനും ചൈതന്യമുള്ളതും ഇരുവായ തലയുള്ള ഏത് വാളിനേക്കാളും മൂർച്ചയേറിയതും ആത്മാവിനെയും പ്രാണനെയും സന്ധിവജ്ജകളെയും വേർപിടിക്കും വരെ തുളച്ചു ചെല്ലുന്നതും ഹൃദയത്തിലെ ചിന്തനങ്ങളെയും ഭാവങ്ങളെയും വിവേചിക്കുന്നതുമാണ്. അപ്പൊ അതേ ഇതിലാണ് ഇവിടെ പറയുന്നത്, അവന്റെ കണ്ണ് അഗ്നിജ്വാലയ്ക്കൊത്തത്. അടുത്ത 15-ാം വാക്യം, കാൽ ഉലയിൽ ചുട്ടുപഴുപ്പിച്ച വെള്ളോട്ടിന് സദൃശ്യവും അവന്റെ ശബ്ദം പെരുവെള്ളത്തിന്റെ ഇരച്ചിൽ പോലെയും ആയിരുന്നു. അവന്റെ വലം കൈയിൽ 7 നക്ഷത്രമുണ്ട്. അവന്റെ വായിൽ നിന്ന് മൂർച്ചയേറിയ ഇരുവായി തലയുള്ള വാൾ പുറപ്പെടുന്നു. അവന്റെ മുഖം സൂര്യൻ ശക്തിയോടെ പ്രകാശിക്കുന്നത് പോലെ ആയിരുന്നു. അവനെ കണ്ടിട്ട് ഞാൻ മരിച്ചവനെ പോലെ അവന്റെ കാൽക്കൽ വീണു. നോക്കൂ, ഇപ്പൊ യോഹന്നാൻ മാറോട് ചാരിയിരുന്ന യോഹന്നാൻ അതേ യേശുവിനെ തേജസ്സുള്ളവനായി കണ്ടപ്പോ മരിച്ചവനെ പോലെയായി. അപ്പൊ നമ്മളും ഈ ദൈവത്തിന്റെ മഹത്വം ദർശിച്ചു കഴിഞ്ഞാൽ നമ്മളും എന്ത് ചെയ്യും? നിലമ്പാട് വീഴും. അപ്പോൾ നമ്മൾ വേണ്ടും വണ്ണം ദൈവത്തിന്റെ മഹത്വം ദർശിക്കുക. അപ്പോൾ ഈ ദൈവത്തിന്റെ മഹത്വം ദർശിച്ച ഒരു വ്യക്തിക്ക് മാത്രമേ ഈ പറയുന്ന ബോഷ്കില്ലാത്ത, കളങ്കമില്ലാത്ത, മനസ്സിലായോ, അതുപോലെ ഈ സ്ത്രീകളോടുകൂടെ മാലിന്യപ്പെടാത്ത ഒരു കന്യകയുടെ ക്വാളിറ്റിയിലേക്ക് വളർന്നു വരാൻ പറ്റത്തുള്ളൂ. ദൈവമഹത്വം കാണും. കാരണം ഈ ദൈവത്തിന്റെ സന്നിധിയിൽ നിൽക്കാനാണ് നമ്മളെ ദൈവം എന്ത് ചെയ്യുന്നത്? ഒരുക്കിയെടുക്കുന്നത്. അപ്പോൾ അവന്റെ കണ്ണ് കണ്ടോ, അഗ്നിജ്വാലയ്ക്കത്തുള്ള കണ്ണ്. അപ്പോൾ ഇതിന്റെ പ്രത്യേകത എന്തുവാ? അവന്റെ കണ്ണിന് മുമ്പിൽ സകലവും നഗ്നവും മലർന്നതുമാണ്. അതാണ് ഈ പറഞ്ഞതിന് അർത്ഥം. അപ്പോൾ തിരികെ നമുക്ക് അതിലേക്ക് തന്നെ വരാം. അവിടെ പറയാണ്, ബോഷ്ക്ക് അവരുടെ വായിൽ ഉണ്ടായിരുന്നില്ല, അവർ കളങ്കമില്ലാത്തവർ. കണ്ടപ്പോൾ ഒരു ക്വാളിറ്റിയെ കുറിച്ചാണ് അവിടെ പറയുന്നത്. ദൈവസഭയ്ക്ക് അല്ലെങ്കിൽ ഒരു ദൈവ പൈതലിന് വേണ്ടുന്നതായിട്ടുള്ളൊരു ക്വാളിറ്റി. കാരണം നമ്മളെ കർത്താവ് ഈ ലോകത്താണ് ആക്കിയിരിക്കുന്നത്. ഈ ലോകത്തോട് അനുരൂപമാകാതെ ജീവിക്കുന്നതിനെ കുറിച്ചാണ്
അവർ കന്യകമാരാകിയാൽ സ്ത്രീകളോട് കൂടെ മാലിന്യപ്പെടാത്തവരെന്ന് പറയുന്നത്. സ്ത്രീ എന്ന് പറയുന്നത് വെളിപ്പാട് പുസ്തകത്തിൽ പറയുമ്പോൾ എല്ലാം ഈ ലോകത്തെയാണ് കാണിക്കുക. വേശ്യ സ്ത്രീ എന്നുള്ളതൊക്കെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇതിൻ്റെ 17:3-5 വരെ വായിച്ചേക്കും ലോകം എന്താണെന്നുള്ള നമുക്ക് കാണാനായിട്ട്. 17-ാം അധ്യായത്തിന്റെ അവൻ എന്നെ ആത്മാവിൽ മരുഭൂമിയിലേക്ക് കൊണ്ടുപോയി. അപ്പോൾ 7 തലയും 10 കൊമ്പും ഉള്ളതായി ദൂഷണനാമങ്ങൾ നിറഞ്ഞ് കടും ചുവപ്പുള്ളൊരു മൃഗത്തിന്മേൽ ഒരു സ്ത്രീ ഇരിക്കുന്നത് ഞാൻ കണ്ടു. ഇവിടെ കണ്ടോ, അതിനെ വെളിപ്പെടുത്തുന്നുണ്ടോ? കണ്ടോ, സ്ത്രീകളോടുകൂടെ അവർ കന്യകമാരാകിയാൽ സ്ത്രീകളോടുകൂടെ മാലിന്യപ്പെടാത്തവർ എന്ന് പറഞ്ഞാൽ അതിന് അർത്ഥം എന്ന് പറഞ്ഞാൽ ഇവിടെ കണ്ടോ, പെരുവെള്ളത്തിന് മീതെ ഇരിക്കുന്ന മഹാവേശിയുടെ ന്യായവിധി ഞാൻ കാണിച്ചു തരാമെന്ന് പറഞ്ഞു. അതാണ് ലോകത്തെയാണ് വെളിപ്പെടുത്തുന്നത്. അതിന്റെ ഒന്നോട്ട് വായിച്ചേക്കാം, 17 ഒന്നോട്ട് വായിച്ചേ. പിന്നെ 7 കലശമുള്ള 7 ദൂതന്മാരിൽ ഒരുവൻ വന്ന് എന്നോട് സംസാരിച്ചു, വരിക, ഭൂമിയിലെ രാജാക്കന്മാരോട് വേശ്യാവൃത്തി ചെയ്ത് തന്റെ വേശ്യാവൃത്തിയുടെ മദ്യത്താൽ ഭൂവാസികളെ മത്തരാക്കികളായി പെരുവെള്ളത്തിൽ മീതെ ഇരിക്കുന്ന മഹാവേശ്യയുടെ ന്യായവിധി ഞാൻ കാണിച്ചു തരാം എന്ന് പറഞ്ഞു. അപ്പോ ഈ ലോകത്തെ വിധിക്കുന്ന സർവ്വലോകം ദുഷ്ടന്റെ അധീനതയിൽ കിടക്കുന്നു. അപ്പോ ആ ലോകത്തെ ഒരു വേശ്യ സ്ത്രീയെ പോലെയാണ് ചിത്രീകരിച്ചിരിക്കുന്നത്. അതാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ അവിടെ പറയാം, പെരുവെള്ളത്തിന് മീതെ ഇരിക്കുന്ന മഹാവേശ്യയുടെ ന്യായവിധി ഞാൻ കാണിച്ചു തരാമെന്ന് പറഞ്ഞു. അവൻ എന്നെ ആത്മാവിൽ മരുഭൂമിയിലേക്ക് കൊണ്ടുപോയി. അപ്പോൾ 7 തലയും 10 കൊമ്പും ഉള്ളതായി ദൂഷണനാമങ്ങൾ നിറഞ്ഞ് കടും ചുവപ്പുമുള്ളൊരു മൃഗത്തിന്മേൽ ഒരു സ്ത്രീ ഇരിക്കുന്നത് ഞാൻ കണ്ടു. കണ്ടോ, ആ സ്ത്രീ ധൂമ്രവർണ്ണവും കടും ചുവപ്പ് നിറവുമുള്ള വസ്ത്രം ധരിച്ച് പൊന്നും രത്നവും മുത്തും അണിഞ്ഞവളായി തൻ്റെ വേശ്യാവൃത്തിയുടെ മ്ലേച്ഛതയും അശുദ്ധിയും നിറഞ്ഞ സ്വർണ്ണപാനപാത്രം കയ്യിൽ പിടിച്ചിരിക്കുന്നു. മർമ്മം മഹദിയാം ബാബിലോൺ, വേശ്യമാരുടെയും മ്ലേച്ഛതകളുടെയും മാതാവ് എന്നൊരു പേർ അവളുടെ നെറ്റിയിൽ എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഇത് ലോകത്തെ കാണിക്കുകയാണ്. ലോകം ഒരു വ്യക്തിയെ എങ്ങനെയൊക്കെയാണ് വശീകരിച്ചുകൊണ്ട് പോകുന്നത് എന്നുള്ളത് ഇവിടെ വെളിപ്പെടുത്തുകയാണ്. എന്നാൽ ഈ ലോകത്തിൻ്റെ വശീകരണങ്ങളിലൊന്നും പെട്ടുപോകാതെ ദൈവത്തിൻ്റെ വചനത്തിൻ്റെ കൃത്യമായിട്ടുള്ള അനുസരണത്തിൽ കൂടി ജീവിക്കുന്ന ഒരു വിശുദ്ധ കൂട്ടം, അതാണ് സഭ എന്ന് പറയുന്നത്. ലോകത്തുനിന്നും സഭ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? അവൻ ജാതികളുടെ ഇടയിൽ നിന്നും ഒരു കൂട്ടത്തെ തനിക്കായി വിളിച്ചു വേർതിരിച്ചു. അതിനാണ് എന്തു പറയുന്നത്? സഭ എന്ന് പറയുന്നത്. മനസ്സിലായോ? വെളിപ്പാട് പുസ്തകം 11-ാം അധ്യായത്തിന്റെ 15-ാം വാക്യം വായിക്കുമ്പോൾ 11-ന്റെ-15 വായിച്ചേ. 7-ാമത്തെ ദൂതൻ ഊതിയപ്പോൾ ലോകരാജത്വം നമ്മുടെ കർത്താവിനും അവന്റെ ക്രിസ്തുവിനും ആയി തീർന്നിരിക്കുന്നു, അവൻ എന്നേക്കും വാഴും എന്ന് സ്വർഗത്തിൽ ഒരു മഹാഘോഷമുണ്ടായി. അപ്പൊ ഇവിടെ ഈ മണവാട്ടി സഭയെ അഥവാ ഈ സ്ത്രീകളോടുകൂടെ മാലിന്യപ്പെടാതെ കുഞ്ഞാടിനെ അനുഗമിച്ചും കൊണ്ട് ആദ്യ ഫലമായി ബോഷ്കില്ലാത്ത കളങ്കമില്ലാത്തൊരു കൂട്ടത്തെ എന്തിനാ ദൈവം ഒരുക്കുന്നത്? അത് ഒരുക്കുന്നത് ഇവിടെ പറയാണ്, ലോകരാജ്യത്വം നമ്മുടെ കർത്താവിനും അവന്റെ ക്രിസ്തുവിനുമായി തീർന്നിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ഇത് ഇനി വരാൻ പോകുന്ന 1000 ആണ്ട് വാഴ്ചയ്ക്ക് ദൈവം എന്ത് ചെയ്യാണ്? ഒരുക്കുകയാണ്. ഈ ലോകത്തെ ഇപ്പൊ ലോകം സർവ്വലോക ദുഷ്ടന്റെ അധീനതയിൽ കിടക്കുന്നു. ഈ പറയുന്നത് നമ്മൾ കണ്ട ഈ പിശാചിനെ എന്ത് ചെയ്യാണ്? അവനെ നീക്കിക്കളഞ്ഞിട്ടുണ്ട്. സാത്താനെയും അവന്റെ ദൂതന്മാരെ എല്ലാം കർത്താവ് നീക്കിക്കളഞ്ഞ് ഈ ലോകത്തെ നീതിയോടുകൂടെ ന്യായപാലനം ചെയ്യുന്ന ഒരു അനുഭവത്തിലേക്ക് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇവിടെ അത് പറയാണ്, അത് അവിടെ കണ്ടിട്ട് അത് വെളിപ്പെടുത്തിയിരിക്കുകയാണ്. 7-ാമത്തെ ദൂതൻ ഊതിയപ്പോൾ ലോകരാജ്യത്വം നമ്മുടെ കർത്താവിനും അവന്റെ ക്രിസ്തുവിനും ആയിത്തീർന്നിരിക്കുന്നു. കേട്ടോ, അവൻ എന്നേക്കും വാഴുമെന്ന് സ്വർഗത്തിൽ ഒരു മഹാഘോഷമുണ്ടായി. അപ്പോൾ ഇവിടെ കർത്താവ് ഈ ലോകത്ത് തൻ്റെ രാജ്യം സ്ഥാപിക്കാനായിട്ട് ഉള്ള സമയം അടുത്തുകൊണ്ടിരിക്കുന്നു എന്നുള്ളൊരു കാര്യം ഇവിടെ വെളിപ്പെടുത്തുക. അതിന് 16-ാമത്തെ വാക്യം പറയാണ്, ദൈവസന്നിധിയിൽ സിംഹാസനങ്ങളിൽ ഇരിക്കുന്ന 24 മൂപ്പന്മാരും കവിണ്ണു വീണ് ദൈവത്തെ നമസ്കരിച്ചു പറഞ്ഞു. അപ്പൊ 24 മൂപ്പന്മാരെന്ന് പറയുമ്പോൾ അവിടെ 12 ഗോത്രപിതാക്കന്മാരും 12 അപ്പസ്തോലന്മാരുമാണ് അവിടെ പറയുന്നത്. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ ഇവരെല്ലാവരും ഇപ്പോൾ എവിടെയുണ്ട്? സ്വർഗത്തിലുണ്ട്. നമ്മൾ ഈ വെളിപ്പാട് പുസ്തകം തുടക്കത്തിൽ തൊട്ട് വായിക്കുമ്പോൾ ഈ മുദ്രകൾ പൊട്ടിക്കുന്ന ഒരു സംഭവത്തെ നമുക്ക് അവിടെ കാണാനായിട്ട്. മുദ്രകൾ പൊട്ടിക്കുക എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ ന്യായവിധി ഈ ലോകത്ത് ഉണ്ടാകാൻ പോകുന്ന ഒരു സമയമുണ്ട്. അതിനു മുമ്പ് ദൈവത്തിൻ്റെ സഭ എന്ത് ചെയ്തു? ഈ ലോകത്തു നിന്നും എടുക്കപ്പെട്ടു.
അപ്പോൾ അവിടെ ദൈവത്തിൻ്റെ സന്നിധിയിൽ ഈ ഇന്നത്തെ സഭയെ പ്രതിനിധാനം ചെയ്യുന്ന 12 അപ്പസ്തോലന്മാരും പഴയ ഉടമ്പടിയിലെ 12 ഗോത്രപിതാക്കന്മാരും ഒക്കെ അവിടെ ഉണ്ട്. അതാണ് 24 സിംഹാസനങ്ങൾ എന്ന് പറയുന്നത് കേട്ടോ. അവിടെ പറയാണ് 24 ദൈവസന്നിധിയിൽ സിംഹാസനങ്ങളിൽ ഇരിക്കുന്ന 24 മൂപ്പന്മാരും കവിണ്ണു വീണ് ദൈവത്തെ നമസ്കരിച്ചു പറഞ്ഞത്, സർവശക്തിയുള്ള കർത്താവായ ദൈവമേ, ഇരിക്കുന്നവനും ഇരുന്നവനുമായുള്ളവേ, നീ മഹാശക്തി ധരിച്ചു വാഴുകയാൽ ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. ജാതികൾ കോപിച്ചു, നിന്റെ കോപം വന്നു മരിച്ചവരെ ന്യായം വിധിപ്പാനും നിന്റെ ദാസന്മാരായ പ്രവാചകന്മാർക്കും വിശുദ്ധന്മാർക്കും ചെറിയവരും വലിയവരുമായി നിന്റെ ഭക്തന്മാർക്കും പ്രതിഫലം കൊടുപ്പാനും ഭൂമിയെ നശിപ്പിക്കുന്നവരെ നശിപ്പിപ്പാനുമുള്ള കാലവും വന്നു. കേട്ടോ. അപ്പോൾ ഓരോരോ കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. അവിടെ പറയുന്ന ഒത്തിരി കാര്യങ്ങളുണ്ട്. അവിടെ പറയുന്നത് ദൈവത്തിൻ്റെ ന്യായവിധി വരുന്നു. ന്യായവിധി വരുന്ന ആർക്ക് വേണ്ടിയാ? ദൈവസഭയ്ക്കല്ല ന്യായവിധി വരുന്നത്. പിന്നെ ആർക്കാ? ദൈവവചനത്തെ തള്ളിക്കളഞ്ഞും കൊണ്ട് ലോകത്തിൻ്റെ ഈ മഹദിയാം ബാബിലോൺ, ദുർഭൂതങ്ങളുടെയും വേശ്യകളുടെയും മാതാവ് എന്ന് പറഞ്ഞ ലോകത്തോട് ചേർന്ന് പാപത്തിൻ്റെ വഴികളിൽ, മ്ലേച്ഛതകളിൽ അല്ലെങ്കിൽ സ്വയത്തിൻ്റെ ഇഷ്ടങ്ങളിൽ രസിച്ച് നടക്കുന്നവർക്കുള്ള ന്യായവിധിയാണ് എന്ത് ചെയ്യുന്നത്? വരാൻ പോകുന്നത്. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ അതിൻ്റെയൊക്കെ നടുവിൽ ദൈവത്തിൻ്റെ കൃപ പ്രാപിച്ച് ഇന്ന് ദൈവവചനം അനുസരിച്ച് ജീവിക്കുന്ന മണവാട്ടി സഭ, അവരാണ് കർത്താവിനോട് കൂടെ എടുക്കപ്പെട്ട് പിന്നീട് കർത്താവ് തൻ്റെ രാജ്യം സ്ഥാപിക്കുമ്പോൾ അവനോട് കൂടെ വാഴുന്ന ഒരു അനുഭവത്തിലേക്ക് കാര്യങ്ങൾ എന്ത് ചെയ്യുന്നത് പോകുന്നത്. അപ്പം ഇത് വരാൻ പോകുന്ന കാര്യമാണെങ്കിൽ ഇന്ന് നമ്മൾ എന്ത് ചെയ്യണം? ഇത് തിരിച്ചറിഞ്ഞ് അതിനു വേണ്ടി ഒരുങ്ങണം. മനസ്സിലായോ? അപ്പം ഇന്ന് നമ്മൾ ഇപ്പം നോക്കുമ്പോൾ നമ്മൾ പറയില്ലേ, ഈ ന്യായവിധിയുടെ സമയം വരുമ്പോൾ ഇവിടെ സംഭവിക്കാൻ പോകുന്ന പല കാര്യങ്ങളെയും കുറിച്ച് വെളിപ്പാട് പുസ്തകത്തിൽ വ്യക്തമായിട്ട് രേഖപ്പെടുത്തി. അതിൻ്റെയൊക്കെ ട്രയൽ നടക്കുന്ന പോലെ നമുക്ക് ഇന്ന് പല കാര്യങ്ങളും കാണുമ്പോൾ യുദ്ധം, ക്ഷാമം, ഭൂകമ്പം, അല്ലേ? അതുപോലെ മനുഷ്യർ സ്വസ്നേഹികളാകുന്നു, ദ്രവ്യാഗ്രഹികൾ, വമ്പ് പറയുന്നവർ, ദൂഷകന്മാർ, അമ്മയപ്പന്മാർ, അനുസരിക്കാത്തവർ, അല്ലെ, ഉഗ്രന്മാർ. അപ്പോൾ അതൊക്കെ അറിയണമെങ്കിൽ നമ്മൾ പത്രത്തിലേക്കൊക്കെ നോക്കിയാൽ മതി. ന്യൂസൊക്കെ കണ്ടു കഴിഞ്ഞാൽ എന്തൊക്കെയാ ചെയ്തു കൂട്ടുന്ന ആളുകൾ ചെയ്തു കൂട്ടുന്നതെന്ന് അവർക്ക് പോലും അറിയത്തില്ല. അതെന്തുകൊണ്ടാണ്? പിശാച് തനിക്ക് അല്പകാലമേ ഉള്ളൂ എന്ന് വെച്ചതേ ഇരിക്കുക, മഹാക്രോധത്തോടു കൂടെ ഇറങ്ങി വന്നിരിക്കുകയാണ്. അപ്പോൾ ഈ പിശാച് ഇറങ്ങി വന്നിട്ട് ആളുകളെ കൂട്ടത്തോടുകൂടെ കൊണ്ടുപോകാൻ വേണ്ടി, വശീകരിക്കാൻ വേണ്ടിയിട്ടാണ് യൗവനക്കാരൊക്കെ എന്ത് ചെയ്യുന്നത്? ഈ ഡ്രഗ്സിൻ്റെ ഇതിലൊക്കെ വന്ന് ഡ്രഗ്സൊക്കെ അടിച്ച് പെട്ടെന്ന് കുറച്ച് സമയമുള്ളൂ. അപ്പോൾ ഈ ഏത് വിധേന എന്ത് ചെയ്യണം? എത്രയും വേഗത്തിൽ ഈ ജനത്തെ മുഴുവൻ എന്ത് ചെയ്യണം? വശീകരിച്ചു കൊണ്ടുപോകണം. അപ്പോൾ അതിൻ്റെ ഒരു വശത്ത് ഡ്രഗ്സ്, മദ്യം, മറ്റൊരു വശത്ത് മ്ലേച്ഛതകൾ, ഒരു വശത്ത് ലോകത്തിൻ്റെ മോഹങ്ങൾ, ഇതിലെല്ലാം വശീകരിക്കപ്പെട്ടിട്ട് എന്ത് ചെയ്യാം? ആളുകൾ ഇത് അറിയുന്നില്ല. ആത്യന്തികമായിട്ട് ഇവരെല്ലാവരും എവിടേക്ക് കൊണ്ടുപോകുന്നത്? നിത്യ നാശത്തിലേക്കാണ് കൊണ്ടുപോകുന്നത്. മനസ്സിലായോ? അപ്പോൾ അതിൻ്റെ നടുവിൽ ഒരു ചെറിയ ശേഷിപ്പ്, അതാണ് ഈ സഭ എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് അവർ മലിനപ്പെടാത്തവർ, ഈ സ്ത്രീയോടുകൂടെ മലിനപ്പെടാത്തവർ എന്ന് പറഞ്ഞാൽ ഈ കർത്താവിൻ്റെ വചനത്തെ മുറുകെ പിടിച്ചുകൊണ്ട് നിൽക്കുകയാണ്. അപ്പോൾ ഈ ലോകത്താണ് ജീവിക്കുന്നതെങ്കിലും ഈ ലോകക്കാരെ പോലെയല്ല അവർ ജീവിക്കുന്നത്. മനസ്സിലായോ? അതാണ് ഈ പ്രത്യേകത. അതാണ് യേശു കർത്താവ് നമുക്ക് കാണിച്ചിരുന്നത്. ഞാൻ ഉയരത്തിൽ നിന്നുള്ളവൻ, നിങ്ങൾ കീഴിൽ നിന്നുള്ളവൻ, ഞാൻ ഉയരത്തിലുള്ള ചിന്തിക്കും. ഇതൊക്കെ നമുക്ക് മാതൃക കാണിച്ചു തന്നിരിക്കുകയാണ്. നിങ്ങളും ആ ഉയരത്തിലുള്ളതിനൊത്തവണ്ണം നിലനിൽക്കുന്നതിനെ പിൻപറ്റിക്കൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം? ജീവിക്കണം. കാരണം ഈ ലോകത്തിൻ്റെ ന്യായവിധി വളരെ അടുത്തിരിക്കുകയാണ്. അത് പെട്ടെന്ന് സംഭവിക്കും. നമ്മളിപ്പോൾ ഓരോ ട്രയലൊക്കെ അടിക്കുമ്പോൾ തന്നെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. പെട്ടെന്ന് ഭയങ്കരമായിട്ട് രസിച്ചുകൊണ്ടിരുന്ന രാജ്യങ്ങൾ, സ്ഥലങ്ങളൊക്കെ പെട്ടെന്ന് ഒരു ദിവസം കൊണ്ട് തന്നെ പെട്ടെന്ന് എന്തേ ഒന്നുമില്ലാത്ത പോലെ വരുന്നത് നിങ്ങൾ കണ്ടെങ്കിൽ കാണാം. ഇതൊക്കെ വചനത്തിൽ പറഞ്ഞിരിക്കുക. ഇത് തുടക്കമാണ്. വെളിപ്പാട് പുസ്തകം 18-ാം അധ്യായത്തിൻ്റെ 10-ാം വാക്യം ഒന്ന് വായിച്ചു കഴിഞ്ഞാൽ ഈ ലോകത്തിന്റെ ന്യായവിധി വരുന്നതിനെ കുറിച്ച് കർത്താവ് ഇവിടെ പറയുന്നുണ്ട്. അയ്യോ അയ്യോ മഹാനഗരമായ ബാബിലോനെ, ബലമേറിയ പട്ടണമേ, 1 മണിക്കൂർ കൊണ്ട് നിന്റെ ന്യായവിധി വന്നല്ലോ എന്ന് പറയും. കേട്ടോ, 1 മണിക്കൂർ കൊണ്ട് നിന്റെ ന്യായവിധി വന്നല്ലോ. ഇപ്പൊ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതൊക്കെ അതുപോലെയാണ്. പക്ഷെ ഇനി വരാനുള്ള ന്യായവിധി എന്ന് പറയുന്നത് 1 മണിക്കൂർ കൊണ്ട് ഈ ലോകത്തിന്റെ എല്ലാ വ്യവസ്ഥിതികളെയും ചെയ്യും തകിടം മറയുന്ന ഒരു അനുഭവത്തിലേക്ക് കാര്യങ്ങൾ വരും. എന്നിട്ട് പറയാം, അതിന്റെ 11-ാമത്തെ വാക്യം നോക്കിയേ. ഭൂമിയിലെ വ്യാപാരികൾ പൊന്ന്, വെള്ളി, രത്നം, മുത്ത്, നേരിയ തുണി, ധൂമ്രവസ്ത്രം, പട്ട്, കടും ചുവപ്പ്, ചന്ദനത്തരങ്ങൾ, ആനക്കൊമ്പ് കൊണ്ടുള്ള സകലവിധ സാമാനങ്ങൾ, വിലയേറിയ മരവും പിച്ചളയും ഇരുമ്പും മർമ്മരക്കല്ലും കൊണ്ടുള്ള ഓരോ സാമാനം, ലവംഗം, ഏലം, ധൂപവർഗം, മൂറ്, കുന്തുരുക്കം, വീഞ്ഞ്, എണ്ണ, നേരിയ മാവ്, കോതമ്പ്, കന്നുകാലി, ആട്, കുതിര, രഥം, മാനുഷദേഹം, മാനുഷപ്രാണൻ എന്നീ ചരക്ക് ഇനി ആരും വാങ്ങായികയാൽ അവളെ ചൊല്ലി കരഞ്ഞു ദുഃഖിക്കുന്നു. നീ കൊതിച്ച കായ്കനിയും നിന്നെ വിട്ടുപോയി, സ്വാദും ശോഭയും ഉള്ളതെല്ലാം നിനക്ക് ഇല്ലാതെയായി. നീ ഇനി അവയെ ഒരിക്കലും കാണുകയില്ല. കണ്ടോ, ഇവിടെ പറഞ്ഞു നോക്കിയാൽ ഇത് നിങ്ങളൊന്ന് വായിച്ചു നോക്കിയാ കണ്ടോ.
ഇത് ഈ ലോകം ഇങ്ങനെ ഈ മ്ലേച്ഛതയിൽ കിടന്ന് ആ ലോകത്തിന്റെ മോഹങ്ങളിൽ പെട്ട് നടക്കുമ്പോൾ ന്യായവിധി വന്നു കഴിയുമ്പോൾ ഉണ്ടാകുന്ന കാര്യത്തെക്കുറിച്ച് അവിടെ പറയുന്നത്. ഇപ്പോൾ തന്നെ നമുക്കറിയാം, യുദ്ധം ഉണ്ടായി കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് വന്നിരിക്കുന്ന സംഭവങ്ങൾ, പല രാജ്യങ്ങളും അല്ലെങ്കിൽ അവിടെയൊക്കെ നടന്ന അതിന്റെ യുദ്ധത്തിന്റെ കെടുതികൾ ലോകം മുഴുവൻ അനുഭവിക്കുകയാണ്, നമ്മുടെ നാടും എല്ലാം അതിന്റെ അനുഭവിക്കുകയാണ്. അപ്പൊ ഇതൊന്നും ഈ പറയുന്ന പോലുള്ള ഈ ദൈവവചനത്തിൽ പറയുന്ന ആ കർത്താവിന്റെ ന്യായവിധി വരുന്ന ആ ഒരു സമയത്ത് വരുന്ന സംഭവമല്ല ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത്. ഇപ്പൊ അതിന്റെ ഒരു ട്രയൽ പോലെയാണ്. എന്നാൽ ഇത് വരുമ്പോൾ ഉള്ള അവസ്ഥയാണ് ഇവിടെ പറയുന്നത്. ഒരൊറ്റ മണിക്കൂർ കൊണ്ട് തന്നെ ഇതെല്ലാം, ഇത് ഒരു പ്രാവശ്യമല്ല പറഞ്ഞിരിക്കുന്നത്. അതിന്റെ 17-ാം വാക്യം വായിച്ചു നോക്കൂ, അതേ പുസ്തകം. ഏത് മാലുമിയും ഓരോ ദിക്കിലേക്ക് കപ്പലേറി പോകുന്ന ഏവനും. അല്ല, അതിന്റെ 17-ാം വാക്യം. ഇത്ര വലിയ സമ്പത്ത്. 18-16. അയ്യോ അയ്യോ മഹാനഗരമേ, നേരിയ തുണിയും ധൂമ്രവർണ്ണവും കടും ചുവപ്പും ധരിച്ച് പൊന്നും രത്നവും മുത്തും അണിഞ്ഞവളെ, ഇത്ര വലിയ സമ്പത്ത് ഒരു മണിക്കൂർ കൊണ്ട് നശിച്ചു പോയല്ലോ എന്ന് പറഞ്ഞു. നോക്കിയ ഇത്ര വലിയ സമ്പത്ത് എന്ന് പറഞ്ഞാൽ ഈ സമ്പത്തുള്ള പല രാജ്യങ്ങളും ചിന്തിച്ചിരിക്കുന്നത് ഞങ്ങൾക്കൊന്നും ഒരിക്കലും ഒന്നും സംഭവിക്കത്തില്ല, ഞങ്ങളുടെ അത്രമാത്രം സമ്പത്തുണ്ട്. അതാണ് പറഞ്ഞത്, ഇത്ര വലിയ സമ്പത്ത് ഒരു മണിക്കൂർ കൊണ്ട് നശിച്ചു പോയല്ലോ. അപ്പൊ ഈ ഒരു മണിക്കൂർ കൊണ്ട് നശിച്ചു പോകണമെങ്കിൽ അതുപോലുള്ള ഒരു ന്യായവിധി എന്തുണ്ടാവും അവിടെ വരും കേട്ടോ. എന്നിട്ട് പറയാ, എന്ന് പറഞ്ഞ് കരഞ്ഞും ദുഃഖിച്ചും ഏതു മാലൂമിയും ഓരോ ദിക്കിലേക്ക് കപ്പലേറി പോകുന്ന ഏവനും കപ്പൽക്കാരും കടലിൽ ജോലി ചെയ്യുന്നവരൊക്കെയും ദൂരത്ത് നിന്ന് അവളുടെ ദഹനത്തിന്റെ പുക കണ്ട് മഹാനഗരത്തോട് തുല്യമായ നഗരം ഏത് എന്ന് നിലവിളിച്ചു പറഞ്ഞ് അവർ തലയിൽ പൂഴ് വാരിയിട്ടും കൊണ്ട് അയ്യോ അയ്യോ, കടലിൽ കപ്പലുള്ളവർക്കെല്ലാം തന്റെ ഐശ്വര്യത്താൽ സമ്പത്ത് വർദ്ധിപ്പിച്ച മഹാനഗരം ഒരു മണിക്കൂർ കൊണ്ട് നശിച്ചു പോയല്ലോ എന്ന് പറഞ്ഞ് കരഞ്ഞും ദുഃഖിച്ചും കൊണ്ട് നിലവിളിച്ചു കേട്ടോ. അപ്പോൾ ഇത് ദൈവത്തിന്റെ ന്യായവിധി വരുന്ന സംഭവം. ഇപ്പം ഇന്ന് നമുക്കറിയാം, കപ്പലുകളൊക്കെ പെട്ടെന്ന് വല്ലാത്തൊരവസ്ഥ വന്നത് നമുക്കറിയാം. പെട്ടെന്ന് അത് ഒരു സംഭവം നമ്മൾ കാണുമ്പോൾ അതിന് പ്രത്യേകിച്ച് നമുക്കൊന്നും തോന്നും, പക്ഷെ ഇതെല്ലാം ദൈവവചനത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യം. പ്രത്യേകിച്ച് കപ്പലുകളെ കുറിച്ചൊക്കെ വ്യക്തമായിട്ട് പറഞ്ഞു. ഇതൊക്കെ വരുവാൻ പോകുന്ന സംഭവമാണ്. എന്നാൽ അതിന്റെ ട്രയൽ ഇപ്പോഴേ തന്നെ നടക്കുന്നത് കാണാം. എന്തിനിതൊക്കെ കാണുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ തലകളെ ഉയർത്തി നോക്കി കർത്താവിന്റെ വരവ് ഏറ്റവും അടുത്തു എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? ലോകത്തിന്റെ മോഹങ്ങളിൽ പെട്ടു പോകുകയല്ല, വചനത്തിലേക്ക് എന്ത് ചെയ്യണം? തിരിഞ്ഞ് വചനത്തിലേക്ക് ഉറ്റുനോക്കിക്കൊണ്ട് എന്ത് ചെയ്യണം? നമ്മൾ ഒരുങ്ങണം. ഇനി അവിടെ മാത്രമല്ല, ഇപ്പൊ 2 പ്രാവശ്യം പറഞ്ഞു അയ്യോ ഒരു മണിക്കൂർ കൊണ്ട് നശിച്ചു പോയി എന്നുള്ളത് 2 പ്രാവശ്യം. ഇനി അതിന്റെ 19-ാമത്തെ വാക്യത്തിൽ 17-ഉം 19-ലും പറയുന്നുണ്ട് കണ്ടോ. 19-ൽ പറയുന്നുണ്ടോ, ഒരു മണിക്കൂർ കൊണ്ട് മഹാനഗരം ഒരു മണിക്കൂർ കൊണ്ട് നശിച്ചുപോയി. 17-ാമത്തെ വാക്യത്തിൽ ഇത്ര വലിയ സമ്പത്ത് ഒരു മണിക്കൂർ കൊണ്ട് നശിച്ചുപോയി, മഹാനഗരം ഒരു മണിക്കൂർ കൊണ്ട് നശിച്ചുപോയി, ബലമേറിയ പട്ടണത്തിന് ഒരു മണിക്കൂർ കൊണ്ട് ന്യായവിധി. അപ്പോൾ ഈ 18-ാം അധ്യായത്തിൽ 3 പ്രാവശ്യം പറയുന്നത് ഒരു മണിക്കൂർ കൊണ്ട് എന്തൊക്കെ നശിച്ചു? ആ പട്ടണം നശിച്ചു, സമ്പത്ത് നശിച്ചു, ആ നഗരം നശിച്ചു കണ്ടോ, മഹാനഗരം നശിച്ചു. അപ്പൊ ഇന്ന് അതിൻ്റെയൊക്കെ പല സംഭവങ്ങളും കാണുമ്പോൾ, ഇതൊക്കെ കാണുമ്പോൾ ലോകവും ആളുകളൊക്കെ പറയുന്നത് ഇതൊന്നും നശിക്കത്തില്ല എന്ന് പറയുന്നത് ഇതെല്ലാം നശിക്കും. ഇതെല്ലാം എന്ത് ചെയ്യും? ആകാശമൊക്കെ എന്താണ് അതിനെ ചുരുട്ടിക്കളയും. ഈ കാണുന്ന ഭൂമി ഇതെല്ലാം തീക്കായി ചുട്ടഴിയാനുള്ളതാണ്. എന്നാൽ ഇതിൻ്റെയൊക്കെ നടുവിൽ കർത്താവിൻ്റെ മണവാട്ടി എന്ത് ചെയ്യണം? അവനായിട്ട് ഒരുങ്ങി ഒരു വിശുദ്ധ ജീവിതം ജീവിക്കണം. ഇപ്പോൾ ഈ നാളുകളിൽ നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ കഴിയാത്ത രീതിയിൽ എന്ത് ചെയ്യുക? ചൂടൊക്കെ വർദ്ധിച്ചുകൊണ്ടിരിക്കുക അല്ലേ? ഈ വെളിപ്പാട് പുസ്തകത്തിൽ തന്നെ നമുക്ക് അതും കാണാനായിട്ട് സാധിക്കുന്നതാണ്. 8-ാം അധ്യായത്തിലാണ് വെളിപ്പാട് പുസ്തകം 8-ാം അധ്യായത്തിന്റെ 7-ാം വാക്യം ഒന്ന് വായിച്ചേ. വെളിപ്പാട് പുസ്തകം 8-ാം അധ്യായത്തിൽ ഒന്നാമത്തവൻ ഊതി, അപ്പോൾ രക്തം കലർന്ന കന്മഴയും തീയും ഭൂമിമേൽ ചൊരിഞ്ഞിട്ട് ഭൂമിയിൽ 1/3 വെന്തുപോയി, വൃക്ഷങ്ങളിൽ 1/3 വെന്തുപോയി, എല്ലാ പച്ച പുല്ലും വെന്തുപോയി. കേട്ടോ, ഇവിടെ പറയാണ് 8-7 കണ്ടോ. ഇത് ദൈവത്തിന്റെ ന്യായവിധി വരുന്ന ദൈവത്തിന്റെ ന്യായവിധിയെ കുറിച്ച് നിങ്ങളത് പുസ്തകം വായിക്കണം. എല്ലാവരും വായിക്കുന്നവരാണ്, അതുകൊണ്ട് പിന്നെ ഞാൻ അതിനെക്കുറിച്ച് അധികം പറയാത്തത്. വെളിപ്പാട് പുസ്തകത്തില് ദൈവത്തിന്റെ ന്യായവിധി വരുന്ന സംഭവങ്ങൾ ഈ വെളിപ്പാട് പുസ്തകം 1-ാം അധ്യായത്തിൽ നമ്മൾ കേട്ടതുപോലെ ദൈവത്തിന്റെ മഹത്വം ദൈവം വെളിപ്പെടുത്തുന്നുണ്ട്, ദൈവം ആരാണെന്ന്. 2-3 അധ്യായങ്ങളിലാണ് ഈ സഭ 7 സഭകളെ കുറിച്ച് പറയുന്നത്. 2-3 അധ്യായങ്ങളിൽ. 4-5 അധ്യായത്തില് പിതാവായ ദൈവത്തെയും അതുപോലെ നമ്മുടെ രക്ഷിതാവായ യേശു ക്രിസ്തുവിനെയും മഹത്വപ്പെടുത്തുന്ന കാര്യങ്ങളാണ് പറയുന്നത്. അതിനുശേഷമാണ് എന്ത് ചെയ്യുന്നത്? മുദ്രകൾ പൊട്ടിക്കുന്നത്. അവിടെയാണ് ഈ ന്യായവിധി എന്ത് ചെയ്യുന്നത്? ആരംഭിക്കുന്നത്. അപ്പോൾ
ഈ ന്യായവിധി ആരംഭിക്കുന്നതിന് മുമ്പ് എന്ത് ചെയ്യും? ഇവിടെ സഭ ഇവിടെ നിന്ന് എടുക്കപ്പെടും. ഈ ന്യായവിധിക്ക് മുമ്പ് സഭ എടുക്കപ്പെടും. അതുകൊണ്ടാണ് ഇന്ന് നമ്മൾ കടന്നു പോകുന്ന കാരണം സഭ ഒരു കുഞ്ഞാടിന്റെ ക്രോധമാണ് അവിടെ വരുന്നത്. ആ കുഞ്ഞാടിന്റെ ക്രോധത്തിൽ സഭ ഒരിക്കലും എന്ത് ചെയ്യുന്നില്ല, കടന്നു പോകുന്നില്ല. മറിച്ച് ഇന്ന് ദൈവവചനത്തെ മുറുകെ പിടിക്കുമ്പോൾ നമുക്ക് എന്തുണ്ട്? കഷ്ടതയുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ഇന്ന് കഷ്ടങ്ങളിൽ കൂടി, അനേകം കഷ്ടങ്ങളിൽ കൂടി നിങ്ങൾ ദൈവരാജ്യത്തിൽ പ്രവേശിക്കാനാണ്. പിന്നീട് കുഞ്ഞാടിന്റെ ക്രോധം വരുമ്പോൾ അതിലൊരിക്കലും എന്ത് ചെയ്യുന്നില്ല, സഭ അതിൽ പെടുന്നില്ല. അതിനു മുമ്പ്, കുഞ്ഞാടിന്റെ ക്രോധം വരുന്നതിന് മുമ്പ് പരിശുദ്ധാത്മാവ് ഈ സഭയെ എവിടെ എന്ത് ചെയ്യും? എടുത്ത് ദൈവത്തിന്റെ സന്നിധിയിലേക്ക് കൊണ്ടുപോകും. കാരണം പിന്നീട് ഇവിടെ 7 വർഷത്തെ മഹോപദ്രവത്തിന്റെ കാലഘട്ടമാണ് വരുന്നത് എന്ന് ദൈവവചനത്തെ നമുക്ക് വ്യക്തമായിട്ട് കാണാനാണ്. ആ മഹോപദ്രവത്തിന്റെ അവസാനത്തിലാണ് എടുക്കപ്പെട്ട സഭയും തേജസ്സുള്ള കർത്താവും കൂടി എന്ത് ചെയ്യുന്നത്? ജെറുസലേമിൽ ഒലിമലയിലേക്ക് ഇറങ്ങി വരുന്നതും പിന്നീട് ഈ ലോകത്തെ നിയന്ത്രിച്ചിരുന്ന സാത്താനെയും അവന്റെ എല്ലാ ദൂതന്മാരെ എല്ലാവരെയും മാറ്റി അവരെല്ലാം 1000 ആണ്ടയ്ക്ക് ചങ്ങലക്കിട്ട് ദൈവരാജ്യം ഈ ഭൂമിയിൽ സ്ഥാപിക്കുന്നത്. അപ്പോൾ ഈ ദൈവരാജ്യം ഈ ഭൂമിയിൽ സ്ഥാപിക്കുമ്പോൾ ദൈവനീതിയോടുകൂടെ ഈ ദൈവരാജ്യം ഇവിടെ സ്ഥാപിച്ചു വാഴുമ്പോൾ ആ കർത്താവിനോടുകൂടെ നീതിയിൽ ഈ ലോകത്തെ ഭരിക്കുവാൻ വേണ്ടിയുള്ളവരാണ് ഇന്ന് ഈ മണവാട്ടി സഭ എന്ന് പറയുന്നത്. അപ്പോൾ ആ മണവാട്ടിക്ക് വേണ്ടുന്ന ക്വാളിറ്റി എന്താണെന്ന് നമ്മൾ ദൈവവചനത്തിൽ നിന്ന് മനസ്സിലാക്കി പുത്രൻ കാണിച്ചെന്ന മാതൃകയിൽ നമ്മൾ ഇന്ന് ജീവിച്ചെങ്കിലേ ഈ പറയുന്ന ഒരു അനുഭവത്തിലേക്ക് നമുക്ക് ഒരുങ്ങി തേജസ്സിന്റെ മക്കളായിട്ട് നമുക്ക് ഒരുങ്ങാനായിട്ട് പറ്റത്തുള്ളൂ. അപ്പോൾ ഇന്ന് നമ്മൾ ഈ ചൂട് കൂടുന്നതൊക്കെ കാണുമ്പോൾ ഇതെല്ലാം ദൈവവചനത്തിൽ പറയുന്ന സംഭവങ്ങളാണ്. ചൂട് കൂടുന്നു, കാട്ടുമൃഗങ്ങൾ പെരുകുന്നു, അതുപോലെ ക്ഷുദ്രജീവികൾ, ഇതെല്ലാം ദൈവവചനത്തിൽ പറയുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ഇവിടെ പറയാണ് അതിൻ്റെ 8:7 അതുപോലെ 16 അധ്യായത്തിൽ പറയുന്നത് 8-ന്റെ ദൂതൻ ഊതി, അപ്പോൾ രക്തം കലർന്ന കന്മഴയും തീയും ഭൂമിമേൽ ചൊരിഞ്ഞിട്ട് ഭൂമിയിൽ 1/3 വെന്തുപോയി. കണ്ടോ? വൃക്ഷങ്ങളിൽ 1/3 വെന്തുപോയി, എല്ലാ പച്ചപ്പുല്ലും വെന്തുപോയി. കണ്ടോ? അപ്പൊ ഈ വെന്തുപോയി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ചൂട് കൂടുമ്പോൾ ഈ കൃഷിയും മറ്റു കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യും? നശിക്കാനായിട്ട് തുടങ്ങും. അത് പലവിധമായിട്ടുള്ള പ്രശ്നങ്ങളിലേക്ക് കൊണ്ട് 16 അധ്യായത്തിന്റെ 8-ാമത്തെ വാക്യം എന്ന് വെച്ചാൽ 8-9 ഒക്കെ. 4-മത്തവൻ തന്റെ കലശം സൂര്യനിൽ ഒഴിച്ചു, അപ്പോൾ തീ കൊണ്ട് മനുഷ്യരെ ചുടുവാൻ തക്കവണ്ണം അതിന് അധികാരം ലഭിച്ചു. കണ്ടോ? തീ കൊണ്ട് മനുഷ്യരെ ചുടുവാൻ തക്കവണ്ണം അതിന് അധികാരം ലഭിച്ചു. കണ്ടോ? അപ്പോൾ സൂര്യൻ ചൂട് വർദ്ധിക്കുകയാണ്. അത് മനുഷ്യർക്ക് ഭൂമിയിൽ ജീവിക്കാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോവുക. അപ്പോൾ വരുവാനുള്ള കാര്യമാണ്. പക്ഷെ എന്നാൽ അന്ന് അതിൻ്റെ ഒരു ട്രയൽ പോലെ കാര്യങ്ങൾ നടക്കുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. പുറത്തിറങ്ങാൻ പറ്റാത്തൊരവസ്ഥ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുകയാണ്. അത് ലോകം മുഴുവനും സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നുള്ള കാര്യം മറക്കരുത്. അടുത്ത വാക്യം. മനുഷ്യർ അത്യുഷ്ണത്താൽ വെന്തുപോയി. മനുഷ്യർ അത്യുഷ്ണത്താൽ വെന്തുപോയി. അപ്പൊ വെന്തുപോകുന്ന അതുപോലുള്ളൊരു ചൂടിലേക്ക് ദൈവത്തിന്റെ ന്യായവിധി സമയത്ത് കാര്യങ്ങൾ വരും. ആ ന്യായവിധിയുടെ പല ഘട്ടങ്ങളുണ്ട്. ആ 7 വർഷത്തെ മഹോപദ്രവത്തിന്റെ 3.5 വർഷവും പിന്നീടുള്ള 3.5 വർഷമായിട്ട് 2 സെക്ടർ നമുക്ക് അതിൽ കാണാൻ പറ്റും. അതിൽ ആ 2-ാമത്തെ സെക്ടറിലേക്ക് വരുമ്പോഴാണ് ഇതുപോലുള്ള സംഭവങ്ങൾ വരുന്നത്. അതിൽ വരുമ്പോൾ മനുഷ്യന് ജീവിക്കാൻ പറ്റാത്ത ഒരു അവസ്ഥ വരും. വേറൊരു ഭാഗത്ത് പറയുന്നുണ്ട്, മനുഷ്യൻ മരിക്കാനായിട്ട് ആഗ്രഹിക്കും, മരണം അവരെ വിട്ടുപോകും എന്ന് പറഞ്ഞാൽ മരിക്കാൻ പോലും ചിന്തിച്ചാൽ മരിക്കാൻ പോലും പറ്റത്തില്ല. മനസ്സിലായില്ലേ? അപ്പോൾ ആ ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതൊക്കെ സംഭവിക്കുമ്പോൾ ഇതൊക്കെ എന്തിനാ പറയുന്നത്? ഇത് കർത്താവിൻ്റെ വരവ് ഏറ്റവും അടുത്ത്. ഇത് നമ്മളധികം പറയാറില്ല. കാര്യം ഇത് സഭ എടുക്കപ്പെട്ടതിന് ശേഷം സംഭവിക്കാനുള്ള കാര്യങ്ങളായതുകൊണ്ട് നമ്മൾ അതിലേക്ക് അധികം ഊന്നൽ കൊടുക്കാറില്ല. എന്നാൽ ഇന്ന് നടക്കുന്ന പല ട്രയലുകളും കാണുമ്പോൾ ഇതെല്ലാം ദൈവവചനത്തിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണെന്ന് മനസ്സിലാക്കാനും നമ്മൾ അധികം ഒരുങ്ങാനും. കാരണം വിശുദ്ധൻ ഇനിയും തന്നെ വിശുദ്ധീകരിക്കണം, നീതിമാൻ ഇനി നീതി പ്രവർത്തി ചെയ്യണം, അഴുക്കുള്ളവൻ അഴുക്കാടിക്കൊടട്ടെ. ഇതാ ഞാൻ വേഗത്തിൽ വരുന്നെന്ന് കർത്താവ് പറഞ്ഞത് നമ്മൾ ഓർമ്മപ്പെടുത്തുകയാണ്. ആ ഓർമ്മപ്പെടുത്തലുകളെ തള്ളിക്കളഞ്ഞുകൊണ്ടൊരു ജീവിതമല്ല ജീവിക്കേണ്ടത്. മാത്രമല്ല വ്യക്തിപരമായിട്ട് ഒരുങ്ങണം. മറ്റുള്ളവർ നമുക്ക് സഹായിക്കാൻ പറഞ്ഞു കൊടുക്കാമെന്നല്ലാതെ വ്യക്തിപരമായിട്ട് ഒരുങ്ങാതെ ഒരു വ്യക്തിക്കും ദൈവസന്നിധിയിൽ നിൽക്കാനായിട്ട് പറ്റത്തില്ല എന്നുള്ള കാര്യം മറന്നു പോകരുത്. അവനവൻ നിന്റെ കാര്യവിചാരകത്വം എന്നൊക്കെ പറയുന്നത് വ്യക്തിപരമായിട്ട് ഒരുങ്ങേണ്ട കാര്യത്തെക്കുറിച്ചാണ് പറഞ്ഞത്. നിന്റെ കാര്യവിചാരകത്തിനെ കണക്കേൽപ്പിച്ചു തരിക. അവനവൻ ശരീരത്തിലിരിക്കുമ്പോൾ ചെയ്ത പ്രവൃത്തികൾ നല്ലതോ തീയതോ തക്കവണ്ണം പ്രാപിക്കേണ്ടതിന് ഓരോരുത്തൻ. അപ്പോൾ ഇന്നും ദൈവവചനത്തെ വ്യക്തിപരമായിട്ട് അനുസരിച്ച് ജീവിക്കാനുള്ള ഒരു ആഗ്രഹം നമുക്കുണ്ടെങ്കിൽ മാത്രമേ ഈ പറയുന്ന ഒരു അനുഭവത്തിലൊക്കെ ആയിത്തീരത്തുള്ളൂ. ഇല്ല എങ്കിൽ ദൈവത്തിന് മുഖപക്ഷമില്ലെന്നുള്ള കാര്യം മറന്നു പോകണം. മുഖം നോക്കാത്തവനാണ് ദൈവം. ന്യായവിധി സമയത്ത് ദൈവം ഓരോ വ്യക്തികൾക്ക് അതതിന് തക്കവണ്ണം ന്യായവിധി ചെയ്യും. മുഖപക്ഷമില്ലാത്ത ദൈവമാണ്. അപ്പം അതുകൊണ്ട് നമ്മൾ കാരണം എന്തുകൊണ്ട് അങ്ങനെയൊക്കെ പറയുന്നത്? നമ്മൾ
ഈ ഒരു അനുഭവത്തിലായിത്തീരാൻ വേണ്ടിയിട്ട് ദൈവം പുത്രനെ തകർത്ത് കളയാൻ വേണ്ടിയിട്ട് മുഖം തിരിച്ചു കളഞ്ഞു. കാൽവരി ക്രൂശിൽ പുത്രനെ തകർത്ത് കളഞ്ഞപ്പോൾ ആ പുത്രന്റെ നിലവിളി പിതാവ് കേൾക്കാതെ മുഖം തിരിച്ചത് നമ്മൾ ഈ നിത്യ തേജസ് പ്രാപിക്കാൻ വേണ്ടിയിട്ടാണ്. അത് മനസ്സിലാക്കിയിട്ട് പിന്നെയും ഈ ലോകത്തിന്റെ നൈമിഷിക മോഹങ്ങളിലും പാപങ്ങളിലും രസിക്കുന്ന ഒരു വ്യക്തിയെ ദൈവം ചെയ്തില്ല, ഒരിക്കലും ആദരിക്കത്തില്ല. അവരെയും ദൈവം നിത്യദണ്ഡനത്തിലോട്ട് ഏൽപ്പിച്ചു കൊടുക്കും എന്നുള്ളത് നമുക്ക് വെളിപ്പെടുത്തി തരികയാണ്. അപ്പം ഇതൊരു തമാശകളിയായിട്ട് നമ്മൾ കാണരുത്, വളരെ സീരിയസ് ആയിട്ട് നമ്മൾ കാണേണ്ട കാര്യം. കാരണം പിന്നീട് ഒരു നിത്യത മുഴുവൻ ഇരുന്ന് ഈ ധനവാൻ ദുഃഖിച്ചതുപോലെ ദുഃഖിച്ചാലും ആ നിത്യ നരകത്തിൽ നിന്നും കയറി പോരാൻ പറ്റില്ല എന്നുള്ളത് ലൂക്കോസിന് സുവിശേഷം 16:19 വായിച്ചു കഴിഞ്ഞാൽ കാണാനായിട്ട് സാധിക്കും. ഈ ലോകത്തിന്റെ മ്ലേച്ഛതകളിൽ പെട്ടു പോകരുത്, നൈമിഷിക മോഹങ്ങളിൽ പെട്ടു പോകരുത്. കേൾക്കുമ്പോൾ, വചനം കേൾക്കുമ്പോഴുള്ള ഒരു ഇതല്ല നമുക്ക് വേണ്ടത്. വചനം കേട്ട് അനുസരിക്കണം. പലപ്പോഴും കേൾക്കുമ്പോൾ നമുക്ക് അയ്യോ ഭയങ്കര സംഭവമാണ്, ഇങ്ങനെ ജീവിക്കണം എന്നൊക്കെ തോന്നും. പക്ഷേ ഡേ ടു ഡേ ലൈഫിൽ സാഹചര്യങ്ങളുടെ നടുവിൽ വചനത്തെ അനുസരിക്കുന്നില്ലെങ്കിൽ ഒരു പ്രയോജനമില്ല എന്നുള്ള കാര്യം മറന്നു പോകരുത്. അങ്ങനെ ദൈവത്തിന്റെ ആത്മാവിനെ തന്നെ നയിക്കപ്പെട്ട് ആവണമെങ്കിൽ നമ്മൾ പൂർണ്ണമായിട്ട് എന്ത് ചെയ്യണം? സമർപ്പിക്കണം എന്നുള്ള കാര്യം മറന്നു പോകരുത്. അപ്പോൾ 16:8 പറയാണ്, നാലാമത്തേവൻ തൻ്റെ കലശം സൂര്യനിൽ ഒഴിച്ചു, അപ്പോൾ തീ കൊണ്ട് മനുഷ്യരെ ചുടുവാൻ തക്കവണ്ണം അതിന് അധികാരം ലഭിച്ചു. അപ്പോൾ ഒരു ഇതിനു വേണ്ടി, സമയത്തിന് വേണ്ടി കാത്തിരിക്കുകയാണ് സൂര്യനൊക്കെ. എന്നാൽ ഈ ട്രയലൊക്കെ ഇപ്പോൾ ചൂട് കൂടുന്നതൊക്കെ കാണുമ്പോൾ നമ്മൾ ഓർക്കണം, ഇത് ഈ വലിയ ന്യായവിധിയുടെ സംഭവത്തിലേക്ക് കാര്യങ്ങളൊക്കെ പോകുന്നത്. ഒരു മനുഷ്യനും ഒന്നും ചെയ്യാൻ പറ്റത്തില്ല, ഒരു സയൻസിനും ഒരു മനുഷ്യനും ഒന്നും ചെയ്യാനായിട്ട് പറ്റത്തില്ല എന്നുള്ള കാര്യം മറന്നു പോകരുത്. സയൻസും മനുഷ്യനൊക്കെ നിസ്സഹായനായിട്ട് നോക്കി നിൽക്കേണ്ടതായിട്ട് വരും. ഇവിടെ ബുദ്ധിയുടെ പ്രമാണമല്ല നമുക്ക് ആവശ്യം, ആത്മാവിനാൽ ഉള്ള ഒരു പ്രമാണമുണ്ട്. ആ പ്രമാണത്തിലേക്ക് നമ്മൾ തിരിയുമ്പോൾ അവിടെയാണ് ദൈവം ആരാണ്, ദൈവത്തിന് എന്തിനാ ദൈവം നമ്മൾ സൃഷ്ടിച്ചത്, എന്താ ജീവിതത്തിൻ്റെ ലക്ഷ്യം എന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാനും തിരിയാനൊക്കെ സാധിക്കത്തുള്ളൂ. എന്നിട്ട് പറയാണ്, മനുഷ്യർ അത്യുഷ്ണത്താൽ വെന്തുപോയി. എന്നിട്ട് പറയാ, ഈ ബാധകളുടെ മേൽ അധികാരമുള്ള ദൈവത്തിന്റെ നാമത്തെ ദുഷിച്ചതല്ലാതെ അവന് മഹത്വം കൊടുപ്പാൻ തക്കവണ്ണം എന്ത് ചെയ്തില്ല? അവർ മാനസാന്തരപ്പെട്ടില്ല. അതാണ് മനുഷ്യന്റെ ഏറ്റവും വലിയ പ്രശ്നം. ഇതൊക്കെ സംഭവിക്കുമ്പോഴും ദൈവത്തെ ദുഷിച്ചുകൊണ്ടിരിക്കുക. എന്നാൽ എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിക്കുന്നു? ഇങ്ങനെ അല്ലായിരുന്നല്ലോ, എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്? ഇതുവരെ എല്ലാം കൃത്യതയോടുകൂടെ നന്നായി മഴ തന്നു, കർത്താവ് വെയിൽ കൃത്യതയോടുകൂടി തന്നു, എല്ലാം ഫലഭൂയിഷ്ടമായി തന്നു. പിന്നെ എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിക്കുന്നു എന്ന് നോക്കി എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്, അങ്ങനെയെങ്കിൽ ഞാൻ എന്താണ് ചെയ്യേണ്ടത് എന്ന് മനസ്സിലാക്കി തിരികെ മനസ്സ് പുതുക്കേണ്ടതിന് പകരം എന്താ ചെയ്യുന്ന മനുഷ്യൻ? അവിടെ ദൈവത്തെ ദുഷിച്ചു, ദൈവത്തിന്റെ നാമത്തെ ദുഷിച്ചു, അവന് മഹത്വം കൊടുക്കാൻ തക്കവണ്ണം മാനസാന്തരപ്പെട്ടില്ല. കണ്ടോ? അപ്പോൾ ദൈവം നോക്കുന്ന എന്താണ്? മാനസാന്തരപ്പെടണം. മനസ്സിലായോ? ദൈവം നോക്കുന്ന ഇങ്ങനെയൊക്കെ ഓരോ സാഹചര്യങ്ങൾ വരുമ്പോൾ ഒരു മനസ്സ് പുതുക്കണം, ദൈവവഴിയിലേക്ക് തിരിയണം, ദൈവത്തിന്റെ ഹിതം എന്താണെന്ന് മനസ്സിലാക്കണം എന്നാണ് ദൈവം ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് ഈ സാഹചര്യങ്ങളൊക്കെ ഇന്ന് ഇതൊക്കെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ദൈവത്തിന്റെ ആ വലിയ പദ്ധതിയെ മനസ്സിലാക്കി നമ്മൾ മനസ്സ് പുതുക്കി നമ്മൾ രൂപാന്തരപ്പെടണമെന്ന് ദൈവം ചെയ്യുന്നു. നമ്മളെ ഓരോരുത്തരെയും കുറിച്ച് ആഗ്രഹിക്കാം. ഇത് ഇപ്പം നമുക്കൊരു ഇതിപ്പോൾ നമ്മൾ വെളിപ്പാട് പുസ്തകത്തിൽ ഇത് നമ്മൾ കാണുമ്പോൾ നമ്മൾ വിചാരിക്കുന്നത് വെളിപ്പാട് പുസ്തകത്തിലാണ് പറഞ്ഞിരിക്കുന്നത്. ഉൽപ്പത്തി തൊട്ട് വെളിപ്പാട് വരെയുള്ള എല്ലാ പുസ്തകത്തിൻ്റെ ഓരോ വരികളിലും ഈ ദൈവത്തിൻ്റെ ഹിതമാണ് ദൈവം ചെയ്തിരിക്കുന്നത്, വെളിപ്പെടുത്തി തന്നിരിക്കുന്നത്. ഇപ്പോൾ നമ്മൾ അവസാനം പറഞ്ഞല്ലോ, വിശുദ്ധിനെ തന്നെ വിശുദ്ധീകരിക്കട്ടെ എന്നുള്ള കാര്യം ലേവ്യ പുസ്തകം 11:44 വായിക്കാൻ നമുക്ക് കാണാം. ഞാൻ വിശുദ്ധനാക്കിയാൽ നിങ്ങളും നിങ്ങളെ തന്നെ വിശുദ്ധീകരിച്ച് വിശുദ്ധരായിരിക്കണം. ദൈവം ആവർത്തന പുസ്തകം മോശ മുഖാന്തരം അവർക്ക് വീണ്ടും അത് ആവർത്തിച്ച് അവരെ കൊണ്ട് പറയിക്കുമ്പോൾ അതിൻ്റെ 5-ാം അധ്യായത്തിൽ പറയുന്നുണ്ട്, 5-ാം അധ്യായം 1-ാം വാക്യത്തിൽ മോശ എല്ലാ ഇസ്രായേലിനോടും വിളിച്ചു പറഞ്ഞത് എന്തെന്നാൽ, ഇസ്രായേലേ, ഞാൻ ഇന്ന് നിങ്ങളെ കേൾപ്പിക്കുന്ന ചട്ടങ്ങളും വിധികളും കേൾപ്പിൻ, അവയെ പഠിക്കുകയും പ്രമാണിക്കുകയും ചെയ്യുവിൻ. കേട്ടോ? ഇതെന്ത് ചെയ്യണം? പഠിക്കണം, പ്രമാണിക്കണം. വേറൊരു ഭാഗത്ത് പറയാണ്, നീ എന്ത് ചെയ്യണം? ഇത് നിന്റെ മക്കളെ പഠിപ്പിക്കണം, ഇത് നിന്റെ തലമുറയെ നീ പഠിപ്പിക്കണം, മക്കളോട് ഉപദേശിക്കണം. 11-ാം അധ്യായത്തിൽ നമ്മൾ നോക്കുമ്പോൾ അവിടെ എടുത്തു പറയാണ്, ഇത് നീ പ്രമാണിച്ച മാത്രം പോരാ. 11-ന്റെ അവിടെ പറയാണ്, ആകയാൽ ആവർത്തന പുസ്തകമാണ് 11:18 പറയും, ആകയാൽ നിങ്ങൾ എൻ്റെ വചനങ്ങളെ നിങ്ങളുടെ ഹൃദയത്തിലും മനസ്സിലും സംഗ്രഹിച്ച്. കാണോ? അതിനെവിടെ വേണം? പുസ്തകത്തിലുണ്ടായിട്ട് കാര്യമില്ല. ഇത് ഹൃദയത്തിലും മനസ്സിലും സംഗ്രഹിച്ച് നിങ്ങളുടെ കൈമേൽ അടയാളമായി കെട്ടുകയും
അവയെ നിങ്ങളുടെ കണ്ണുകൾക്ക് മധ്യേ പട്ടമായിരിക്കുകയും വേണം. ഇനി നീ വീട്ടിലിരിക്കുമ്പോഴും വഴി നടക്കുമ്പോഴും കിടക്കുമ്പോഴും എഴുന്നേൽക്കുമ്പോഴും നിങ്ങൾ അവയെക്കുറിച്ച് സംസാരിച്ചുകൊണ്ട് നിങ്ങളുടെ മക്കൾക്ക് അവയെ ഉപദേശിച്ചു കൊടുക്കണം. കേട്ടോ, നിങ്ങളുടെ മക്കൾക്ക് എന്ത് ചെയ്യണം? അവയെ ഉപദേശിച്ചു കൊടുക്കണം. ഈ കാലങ്ങളും സമയങ്ങളും ഒക്കെ എന്താണ് എന്ന് മനസ്സിലാക്കി എന്തിലേക്കാണ് പോകുന്നത്. ചൂട് കൂടുന്നു എന്ന് പറയുമ്പോൾ പത്രത്തിൽ കാണുന്നുണ്ട്, സാഹചര്യം കാണുന്നുണ്ടോ, ഇതൊക്കെ കർത്താവിൻ്റെ വരവിനോടുള്ള ബന്ധത്തിൽ സംഭവിക്കുന്ന കാര്യങ്ങളാണെന്ന് ആരോട് പറഞ്ഞു കൊടുക്കണം? കുഞ്ഞുങ്ങളോട് പറഞ്ഞു കൊടുക്കണം. ഒരുങ്ങയുടെ കാര്യത്തെക്കുറിച്ച് പറഞ്ഞു കൊടുക്കണം. ലോകത്തിൻ്റെ മോഹങ്ങളിൽ പെട്ട് നശിച്ചു പോകാൻ ഇടവരരുതെന്ന് പറഞ്ഞു കൊടുക്കണം. നൈമിഷികമായ മോഹങ്ങളിലേക്ക് പിശാച് വശീകരിച്ചു കൊണ്ടുപോകുമ്പോൾ അതിലൊന്നും പെട്ടുപോകാനായിട്ട് എന്ത് ചെയ്യരുത്, ഇടവരരുത് എന്ന് പറഞ്ഞു കൊടുക്കണം. അല്ലേ? ഈ എബ്രായത്തിൽ പറഞ്ഞതുപോലെ പലതും ദൃഷ്ടാന്തമായി അന്ത്യകാലത്തെത്തിയിരിക്കുന്ന നമുക്ക് ബുദ്ധി ഉപദേശം എഴുതിയിരിക്കുന്നത്. അപ്പോൾ ഈ ബുദ്ധി ഉപദേശം എഴുതിയിരിക്കുന്ന വചനങ്ങളൊക്കെ ഗ്രഹിച്ച് മനസ്സിലാക്കി തിരുത്തി മുന്നോട്ട് പോകുമ്പോൾ അത് നമുക്ക് ഓരോ ദിവസം എന്ത് ചെയ്യാൻ പറ്റും? ഈ ദൈവഹിതത്തിൽ വളർന്നു വരുന്നൊരു അനുഭവത്തിലേക്ക്. ഇവിടെ പറയുന്നത് നമ്മൾ വെളിപ്പാട് പുസ്തകത്തിൽ നമ്മൾ വായിച്ച പോലെ 14:4 വായിച്ച പോലെ അവർ കന്യകമാരാകിയാൽ സ്ത്രീകളോടുകൂടെ മാലിന്യപ്പെടാത്തവർ എന്ന് പറഞ്ഞാൽ ഈ ലോകത്തിൻ്റെ മോഹങ്ങളിൽ വശീകരിക്കപ്പെട്ട് നമ്മൾ ഈ ലോകത്തെ ജീവിക്കുന്നത്, തീർച്ചയായിട്ടും നമ്മൾ ഈ ലോകത്തെ ജീവിക്കും. പക്ഷേ ഈ ലോകം നമ്മളിലേക്ക് അയരരുത്. ഇപ്പോൾ കപ്പൽ കടലിലാണ് സഞ്ചരിക്കുന്നതെങ്കിലും ആ കടലിലുള്ള വെള്ളം കപ്പലിലോട്ട് കയറിയാൽ കപ്പൽ എന്ത് ചെയ്യും? നശിച്ചു പോകും. എന്നതുപോലെ നമ്മൾ ഈ ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്. പക്ഷേ ഈ ലോകത്തിൻ്റെ വ്യവസ്ഥിതി, ലോകത്തെ നിയന്ത്രിക്കുന്ന സാത്താൻ്റെ വശീകരണത്തിൽ പെട്ടുപോയാൽ നിത്യനാശത്തിലേക്ക് പോകും. എന്നാൽ ദൈവത്തിൻ്റെ കൃപയിൽ ആശ്രയിച്ച് ഓരോ ദിവസവും നമ്മൾ ജീവിക്കുമ്പോൾ ദൈവത്തിൻ്റെ ആ പരിശുദ്ധാത്മാവ് നമ്മളെന്ത് ചെയ്യും? നമ്മളെ കരുതി നടത്തും. ആവർത്തന പുസ്തകത്തിന് 33:3 ഇങ്ങനെ പറയുന്നത്, അവൻ തൻ്റെ ജനത്തെ സ്നേഹിക്കുന്നു, അവൻ്റെ സകല വിശുദ്ധന്മാരും തൃക്കൈകളിലിരിക്കുന്നു. മാത്രമല്ല അവനിൽ നിന്ന് അവരെന്ത് ചെയ്തു? തിരുവചനം പ്രാപിച്ചു. ദൈവത്തിൻ്റെ കരങ്ങളിലാണ് നമ്മളിരിക്കുന്നത്. നമ്മളതിന് ചാടി പോകാനായിട്ട് ഇടവരരുത്. അവൻ്റെ സകല അവൻ സ്നേഹിക്കുന്നു. ആ കർത്താവ് നമ്മളെ സ്നേഹിക്കുന്നതുകൊണ്ടാണ് നമ്മളെ കരുതി നടത്തി പരിപാലിക്കുന്നു. പിതാവിൻ്റെ സന്നിധിയിൽ അർക്കപ്പെട്ട കുഞ്ഞാടിനെ പോലെ നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്നു. മാത്രമല്ല സകല വിശുദ്ധന്മാരും, നമ്മളെല്ലാവരും വിശുദ്ധന്മാരാണ്. അങ്ങനെയെങ്കിൽ അവൻ്റെ തൃക്കൈകളിലാണ് ഇരിക്കുന്നത്. അതിനർത്ഥം എന്തുവാ? കർത്താവിൻ്റെ കരങ്ങളിൽ ഇരിക്കുന്നത് നമുക്ക് ഒരു ദോഷവും തട്ടാതെ കർത്താവ് കാക്കും, നമ്മളെ കരുതും, പരിപാലിക്കും. സാഹചര്യങ്ങളെ കണ്ടോ സമ്മർദ്ദങ്ങളെ കണ്ടൊന്നും നമ്മൾ ഭയപ്പെടേണ്ട. വചനം പറഞ്ഞ പോലെ അല്പവിശ്വാസി നീ എന്തിന് ഭയപ്പെട്ടു? അപ്പോൾ പലപ്പോഴും ഭയം ഗ്രസിപ്പിക്കും, എന്തായി തീരുമെന്നൊക്കെ ചിലപ്പോൾ ചിന്തിക്കും. എന്നാൽ അതൊന്നും നമ്മൾ കണ്ട് ഭാരപ്പെടേണ്ട. കർത്താവ് നമ്മളോട് കൂടെയുണ്ട്. കർത്താവ് നമുക്ക് ആവശ്യമായതെല്ലാം നൽകി തരാൻ മതിയായവനാണ്. ക്ഷാമകാലത്തും ക്ഷേമമായി പോയിട്ടും ബാലസിംഹങ്ങൾ ഇരകിട്ടാതെ വിളഞ്ഞാലും കർത്താവിനെ അന്വേഷിക്കുന്നവർക്ക് ഒരു നന്മയ്ക്കും മുടക്കം വരത്തില്ല. അന്നുള്ള ആഹാരമൊക്കെ കർത്താവ് നമുക്ക് നൽകും. യാതൊരു അനർത്ഥവും സംഭവിക്കത്തില്ല, യാതൊരു ബാധയും കൂടാരത്തിൽ അടുക്കത്തില്ല. ചൂടും പ്രശ്നങ്ങളൊക്കെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ നടുവിൽ ദൈവത്തിൻ്റെ വലിയ കരുതലും ദൈവത്തിൻ്റെ വലിയ സമാധാനവും സന്തോഷമൊക്കെ ദൈവം നമ്മുടെ ഉള്ളത്തിൽ നിറയ്ക്കും. മാത്രമല്ല ആ കർത്താവിൻ്റെ തേജസ് പ്രാപിച്ചുകൊണ്ട് കണ്ണിമയ്ക്കുന്നതിനിടയിൽ രൂപാന്തരപ്പെട്ട് തേജസ്സിലേക്ക് എടുക്കപ്പെടുന്ന ആ ചെറിയ ശേഷിപ്പിലായിരിക്കാൻ, കന്യകമാരായിരിക്കാൻ, വിശുദ്ധിയുള്ളവരായിരിക്കാൻ കർത്താവ് നമ്മളെല്ലാവരെയും സഹായിക്കട്ടെ. പ്രാർത്ഥിക്കാം. സർവ്വപിതാവേ, നന്ദിയുള്ള ഹൃദയത്തോടെ ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്തു. ലോകം അതിൻ്റെ അന്ത്യത്തിലേക്ക് പോകുന്നു. കർത്താവെ, ഞങ്ങളുടെ കണ്ണിന് മുമ്പിൽ അത് വ്യക്തമായി വെളിപ്പെട്ട് വരുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകുമ്പോൾ അങ്ങയുടെ വചനത്തിലേക്ക് ഉറ്റുനോക്കുവാൻ, ഞങ്ങളുടെ തലകളെ ഉയർത്തി നോക്കുവാൻ, നശിച്ചു പോകുന്നതിൻ്റെ പിന്നാലെ ഓടി കർത്താവെ ഞങ്ങൾ കർത്താവ് നാശത്തിലേക്ക് പോകുന്ന ആ കൂട്ടത്തിൽ ഒരിക്കലും ആയിത്തീരാതെ കർത്താവെ അങ്ങയെ പിൻപറ്റി, അങ്ങ് നടക്കേണ്ടുന്ന വഴി കാണിച്ചു എന്ന് അങ്ങയെ പിൻപറ്റി അങ്ങയുടെ ആത്മാവിനെ നയിക്കപ്പെട്ട് യഥാസ്ഥാനപ്പെട്ട് മനസ്സ് പുതുക്കി പാപങ്ങൾ വിട്ടുതിരിഞ്ഞ് എല്ലാവരോടും സമാധാനം ആചരിച്ച് വിശുദ്ധിയുടെ തേജസ്സിൻ്റെ പൂർണ്ണത പ്രാപിപ്പാൻ കർത്താവെ അങ്ങ് ഞങ്ങൾക്ക് കാണിച്ചത് അതേ തേജസ് പ്രാപിപ്പാൻ ഞങ്ങളെല്ലാവരും അങ്ങ് സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഈ ശബ്ദം കേൾക്കുന്ന ഓരോ മക്കളെ ഞങ്ങളുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്ന കർത്താവ് അങ്ങയുടെ കൃപയിൽ എല്ലാവരെയും മറയ്ക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. യേശുക്രിസ്തു നാമത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ കൃപ തോന്നി കേൾക്കണം. സ്വർഗീയ പിതാവേ, ആമേൻ.